പ്രധാനപ്പെട്ട ഒരു ഗവേഷകനും ഗവേഷണ മാർഗദർശിയും അധ്യാപകനുമാണ്. ഭാഷാശേഷി എന്ന വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം അരമണിക്കൂർ സംസാരിക്കും. പ്രൊഫസർ ഡോക്ടർ എം ശ്രീനാഥൻ മാഷ്, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ ഭാഷാശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ആദരണീയനായ ശ്രീനാഥൻ മാഷ് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ തന്നെ അറിയപ്പെടുന്ന ഭാഷാശാസ്ത്രജ്ഞനാണ്. നിരവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ശ്രദ്ധേയങ്ങളായ നിരവധി കൃതികൾ എഡിറ്റ് ചെയ്തിട്ടുമുണ്ട്. ഡോക്ടർ എ ഉണ്ണികൃഷ്ണൻ സാറിന്റെ ചട്ടമ്പിസ്വാമിയുടെ ജ്ഞാനലോകങ്ങൾ എന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയതും സീനിയർ പ്രൊഫസർ എന്ന പദവിയിലേക്ക് എത്തിച്ചേർന്ന ആദരണീയനായ ശ്രീനാഥൻ മാഷാണ്. മാഷാണ് ഇന്ന് ഈ വെബിനാറിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. സാറിനെ ഏറെ ആദരവോടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ വെബിനാറിൽ മുഖ്യ പ്രഭാഷണത്തോട് പ്രതികരിച്ചുകൊണ്ട് സംസാരിക്കുവാനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ളത് രണ്ടുപേരാണ്. ഡോക്ടർ RVM ദിവാകരൻ മാഷും ഡോക്ടർ സെയ്ദ് അലവി മാഷും. അവര് 15 മിനിറ്റ് വീതം ഈ പ്രഭാഷണത്തോട് പ്രതികരിച്ചുകൊണ്ട് സംസാരിക്കും. നമ്മുടെ ഇനി നടക്കാൻ പോകുന്ന വെബിനാറുകളുടെയും ഘടന ഇതായിരിക്കും. മുഖ്യ പ്രഭാഷണം ഒരാൾ അരമണിക്കൂർ നിർവഹിക്കുന്നു. അതിനോട് പ്രതികരിച്ചുകൊണ്ട് ആ മേഖലയിൽ അറിവും താല്പര്യമുള്ള രണ്ടുപേര് 15 മിനിറ്റ് വീതം സംസാരിക്കും. ഇന്നത്തെ ഈ വെബിനാറിൽ വിവിധ സർവകലാശാലകളിലെ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ഡോക്ടർ എ ഉണ്ണികൃഷ്ണൻ സാറുമായിട്ട് വ്യക്തിപരമായ ബന്ധം പുലർത്തുന്ന നിരവധി ആളുകൾ ഈ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് തുടർന്നുള്ള വെബിനാറുകളുടെയും എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ പ്രഭാഷണങ്ങൾ നടക്കുന്ന വേളയിൽ കണക്കിലെടുത്തുകൊണ്ട് തന്നെ സൂചിപ്പിക്കുകയാണ്. ദിവാകരൻ മാഷ് നമുക്കറിയാം, അദ്ദേഹം കോഴിക്കോട് സർവകലാശാലയിലെ മലയാള വിഭാഗത്തിന്റെ അധ്യക്ഷനാണ്. PG ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ റഷ്യൻ ഭാഷകളുടെ അതിന്റെ താരതമ്യ ഭാഷാ വിഭാഗത്തിന്റെ അധ്യക്ഷൻ കൂടിയാണ് ആദരണീയനായ ഡോക്ടർ RVM ദിവാകരൻ മാഷ്. ഗവേഷക മാർഗദർശി എന്ന നിലയിൽ, ഗ്രന്ഥകാരൻ എന്ന നിലയിൽ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മലയാളത്തിന് കൈവന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട അധ്യാപകനാണ് ഡോക്ടർ RVM ദിവാകരൻ മാഷ്. മാഷയും സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യും. ഇന്ന് ഈ വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുള്ളത് ഡോക്ടർ സെയ്ദ് അലവി മാഷാണ്. അദ്ദേഹം വേങ്ങര മലബാർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിന്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. ദീർഘകാലം വിവിധ കോളേജുകളിലും പിന്നീട് നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ സർവകലാശാലയിലും അധ്യാപകനായിട്ട് പ്രവർത്തിച്ച ആളുകൂടിയാണ് ഡോക്ടർ സെയ്ദ് അലവി മാഷ്. മലയാള സർവകലാശാലയുടെ രജിസ്ട്രാർ ഇൻ ചാർജ് എന്ന നിലയിൽ, ഭാഷാശാസ്ത്ര വിഭാഗത്തിന്റെ ഡയറക്ടർ എന്ന നിലയിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അക്കാദമിക് കൗൺസിൽ മെമ്പർ എന്ന നിലയിൽ, അതോടൊപ്പം സാൻ ഫ്രാൻസിസ്കോ സർവകലാശാലയിൽ അടക്കം എന്ന നിലയിൽ ഒക്കെ ഡോക്ടർ സെയ്ദ് അലവി മാഷയും ഞാൻ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. മെയ് 19-ാം തീയതി ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മഹിതം സുഹൃതം എന്ന ആദരണ സഭയിലേക്കും എല്ലാവരുടെയും സാന്നിധ്യം സാദരം ക്ഷണിക്കുന്നു. അന്ന് അടൂർ ഗോപാലകൃഷ്ണൻ സാറും മധുസൂദൻ നായർ സാറും ശ്രീകുമാരൻ തമ്പി സാറും അതോടൊപ്പം സമാപന സഭയിൽ ആദരണീയനായ ഗോവ ഗവർണറും സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെ ആളുകളുമൊക്കെ വിവിധ വിഷയങ്ങളെ പുരസ്കരിച്ചുകൊണ്ട് പ്രഭാഷണങ്ങൾ നടത്താൻ എത്തിച്ചേരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ സാറിന്റെ തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ പ്രകാശിതമാവുന്നു. അതോടൊപ്പം സാറിനോടുള്ള ആദരവെന്ന നിലയിൽ സാറുമായി ബന്ധമുള്ളവരെ ലേഖനങ്ങളും അതോടൊപ്പം തന്നെ ഗവേഷണ രീതിശാസ്ത്ര സംബന്ധിയായിട്ടുള്ള കനപ്പെട്ട ലേഖനങ്ങളും ചേർന്ന മറ്റൊരു പുസ്തകം കൂടെ പ്രകാശിതമാവുകയാണ്. ഈ വെബിനാറിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷണം നടത്താൻ
ആദരണീയനായ ഡോക്ടർ എം ശ്രീനാഥൻ മാഷോട് അഭ്യർത്ഥിക്കുകയാണ്. ഭാഷാശേഷി എന്ന വിഷയത്തിൽ സാർ നമ്മളോട് അരമണിക്കൂർ സംസാരിക്കുന്നതാണ്. എല്ലാവരും മ്യൂട്ട് ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമസ്തേ. ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, അതുപോലെ എല്ലാവർക്കും ആദ്യമേ നമസ്തേ പറയാം. ഇത് ഉണ്ണികൃഷ്ണൻ എൻ്റെ 43 വർഷക്കാലമായിട്ട് അടുത്ത് പരിചയമുള്ള ഒരു സുഹൃത്താണ്. ഞങ്ങള് യൂണിവേഴ്സിറ്റി കോളേജ് മുതൽ 1981 മുതൽ സഹപാഠികളായിരുന്നു. പക്ഷേ 2 ഡിപ്പാർട്ട്മെന്റിലായിരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ ഞങ്ങൾ ഒരേ ബസ്സിൽ വന്നുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ആ രീതിയിലുള്ള ഒരു ബന്ധവും പരിചയവും ഈ 43 വർഷവും അന്നെങ്ങനെയാണോ പരിചയപ്പെട്ട കാലത്തെ സൗഹൃദം, അതുപോലുള്ള സൗഹൃദം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണന്റെ റിട്ടയർമെന്റ് ലൈഫിന് എല്ലാ ആശംസകളും, അതായത് ഉത്തരോത്തരം സർഗാത്മകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഞാൻ ഒരു 2-3 സ്ലൈഡ്സ് കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. കാരണം അത് എനിക്ക് തോന്നുന്നു അത് കുറച്ച് എളുപ്പമാകും ചെയ്യാനായിട്ട്. ഭാഷാശേഷി എന്ന വിഷയമാണ് സാധാരണഗതിയിലെ ഭാഷയുടെ ധർമ്മം എന്നൊക്കെയുള്ള ഒരു സെൻസ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അർത്ഥമൊക്കെയാണ് സാധാരണ വരുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ചില വിഷയങ്ങൾ ചർച്ചയ്ക്ക് വെക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാഷയുടെ ശേഷി, അതായത് മലയാള ഭാഷ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ നോക്കിയാൽ ഭാഷയുടെ ശേഷിയാണ് ഒരു അർത്ഥമായിട്ട് നമുക്ക് കാണാവുന്നത്. പക്ഷെ അവിടെ മലയാള ഭാഷ ഇതിനകം തന്നെ ഒരുപാട് ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒരു ഭാഷാശേഷി എന്നുള്ള നിലയിൽ മലയാള ഭാഷ വളരെയധികം വഴക്കം വന്നിട്ടുള്ള ഭാഷയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ലിംഗ്വിസ്റ്റിക്സിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മലയാള ഭാഷയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ ദ്വിഭാഷിത്വ, അതായത് 2 ഭാഷകളുടെ പാരമ്പര്യം ഉൾച്ചേർന്ന ഹൈബ്രിഡ് ആയിട്ടുള്ള ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഷാ സമൂഹമാണ് മലയാളി ഭാഷാ സമൂഹം എന്ന് പറയുന്നത്. അതില് കൃത്യമായിട്ടും ദ്രാവിഡ ഭാഷയുടെ ഘടനയും അതുപോലെ ദ്രാവിഡ ഭാഷയുടെ എല്ലാ തരത്തിലുള്ള സ്വഭാവവും നിലനിൽക്കുമ്പോൾ തന്നെ സംസ്കൃതത്തിൻ്റെതായിട്ടുള്ള ഒട്ടേറെ സവിശേഷതകൾ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നുകൊണ്ടുള്ള നല്ല രീതിയിലുള്ള ഇണക്കം വന്നിട്ടുള്ള ഒരു ഭാഷ. അപ്പോ ബൈ കൾച്ചറൽ, ബൈ ലിംഗ്വൽ എന്നുള്ള ഒരു സെൻസാണ് മലയാളി ഇന്ത്യൻ ഭാഷാ സമൂഹങ്ങളിൽ മലയാളിയെ സവിശേഷമാക്കുന്നത്. 2 ഭാഷാ സംസ്കാരങ്ങൾ ഉൾച്ചേർന്ന ഒരു ഭാഷാ സമൂഹം എന്നാണ് മലയാളിയെ നമുക്ക്. പക്ഷെ ഈ 2 ഭാഷകളല്ല, ഒട്ടേറെ വൈവിധ്യമുള്ള വിവിധ ഭാഷകളുടെ അംശങ്ങൾ മലയാളത്തിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ഒരു ബഹുഭാഷാ സംസ്കൃതി മലയാള ഭാഷയ്ക്കുണ്ട് എന്ന് തന്നെ തുടക്കത്തിലേ നമുക്ക് പറഞ്ഞു വെക്കണം. സാധാരണ ഭാഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഭാഷാഭിമാനം അത് ഇത് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ താൽക്കാലികമായിട്ട് പറഞ്ഞു വെക്കുന്ന ഘടകങ്ങളല്ലിത്. ഒരു ഭാഷ എന്നുള്ള നിലയിൽ ബഹുഭാഷകളെ, അന്യഭാഷകളെ, അതറിനെ ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉൾക്കൊണ്ട് വളരുക എന്ന് പറയുന്ന ഒരു മനോഭാവം വളരെ പണ്ട് മുതൽ എടുക്കുകയും അതിൻ്റെതായിട്ടുള്ള വർണ്ണവ്യവസ്ഥയെ ആ രീതിയിൽ പരിഷ്കരിച്ചെടുക്കുകയും ആ വർണ്ണവ്യവസ്ഥയ്ക്കുള്ളിൽ ഏതാണ്ട് ഇപ്പോൾ ലഭ്യമാകുന്ന അറബിയിലെ ചില ശബ്ദങ്ങൾ ഒഴിച്ചാൽ ബാക്കി ഏതാണ്ട് എല്ലാ തരം ഭാഷകളുടെയും, അതുപോലെ സുമേറിയൻ ആഫ്രിക്കൻ ഭാഷകളുടെ ക്ലിക്ക് എന്ന് പറയുന്ന ചില ശബ്ദങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന വർണ്ണവ്യവസ്ഥ, വിപുലമായ വർണ്ണസഞ്ചയം രൂപപ്പെടുത്തിയെടുത്ത ഒരു ഭാഷ. അപ്പോ ആ രീതിയിൽ നമ്മുടെ ഭാഷയുടെ ഇതായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് അല്ല, ഒരു ടൂൾ എന്നുള്ളതല്ല, ഒരു ഉപകരണാത്മകമായ രീതിയിൽ നമ്മുടെ ഭാഷയുടെ ഘടന പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ വലിയ ശേഷി, അതായത് ഒരു പക്ഷേ ഇംഗ്ലീഷിനേക്കാൾ ഏറെ ഭാഷാശേഷി ഉണ്ട് എന്ന് നമുക്ക്, അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി, വഴക്കമുള്ള ഒരു ഭാഷ എന്ന നിലയിൽ അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഒട്ടേറെ ചർച്ച ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് അതിലേക്ക് കൂടുതൽ കടക്കണ്ട. പകരം ഭാഷാ സമൂഹം എന്ന രീതിയിൽ നമ്മൾ ഈ ഭാഷ ഉപയോഗിച്ച് എന്തൊക്കെ ശേഷിയാണ് ഈ ഭാഷയിലൂടെ നിർവഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഭാഷാ സമൂഹം ആർജിച്ചത് എന്നതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴുള്ള ഏറ്റവും വലിയ ഒരു
കോർപ്പറേറ്റ് ക്യാപിറ്റലിസം എന്നൊക്കെ നമ്മൾ വലിയ രീതിയിൽ വിശേഷിപ്പിക്കുന്ന അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, ഒരു ഉൽപ്പന്നം എന്ന രീതിയിൽ വിജ്ഞാന സമൂഹം എന്നൊരു വാക്ക് നമ്മൾ, അല്ലെങ്കിൽ വൈജ്ഞാനിക സമൂഹം, അല്ലെങ്കിൽ നോളജ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് വളരെ പ്രബലമായിട്ട് മലയാള സന്ദർഭത്തിൽ കടന്നു വന്നിരിക്കുന്നുണ്ട്. ഇത് മലയാള സന്ദർഭത്തിൽ, ആഗോള സന്ദർഭത്തിൽ തന്നെ കടന്നു വന്നിട്ടുള്ള ഒരു വാക്കാണ്. ഇതൊരു വ്യാവസായിക അനന്തര സമൂഹ വ്യവസ്ഥയെ കുറിച്ചാണ് ഈ വൈജ്ഞാനിക സമൂഹം പറയുന്നത്. അതിന് അറിവധിഷ്ഠിതമായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥയാണ്. അതൊരു വളരെ നോളജ് ഇക്കണോമിക് സിസ്റ്റമാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ധൈഷണിക മൂലധനത്തിന്റെ, ഏതൊരു സമൂഹത്തിനും അതിന് കൃത്യമായിട്ടുള്ള ഒരു ധൈഷണിക മൂലധനം ഉണ്ടെങ്കിൽ ആ മൂലധനത്തെ വിനിമയം ചെയ്യാനുള്ള ഒരു സാധ്യത ഇതിനകത്തുണ്ട്. അതുപോലെ അറിവ് അധികാരമായി പ്രവർത്തിക്കുന്നത്, ഇത് ലാംഗ്വേജിൽ ഭാഷ അധികാരം എന്നൊക്കെ ഉള്ളതിനപ്പുറം അറിവ് തന്നെ ഒരു അധികാരമായി പ്രവർത്തിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. അങ്ങനെ വൈജ്ഞാനികമായ തൊഴിലിടങ്ങൾ, ധൈഷണിക തൊഴിലാളികൾ, അതായത് ഇന്റലക്ച്വൽ ലേബേഴ്സ്, അതുപോലെ ഈ പറയുന്ന ലാംഗ്വേജ് ടെക്നോളജി അഥവാ ICT, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഈ മൂന്നും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു വ്യവസ്ഥയെ കുറിച്ചാണ്, ഒരു പുതിയ തരം സാമ്പത്തിക പരിസ്ഥിതിയെ കുറിച്ചാണ് ഈ വൈജ്ഞാനിക സമൂഹം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ വിവരങ്ങളും അറിവുകളും, അതായത് ഇൻഫർമേഷൻസ്, നോളജ്, അങ്ങനെ എല്ലാം അടിസ്ഥാനമാക്കിയുള്ള പ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കുറിച്ചും ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ, വിതരണത്തെ കുറിച്ചും അതിന്റെ യൂസ്, ഉപയോഗത്തെ കുറിച്ചും ഒക്കെയുള്ള ഘടകങ്ങളാണ്. പക്ഷെ ഇതെല്ലാം ഊന്നുന്നത് ഭാഷാ സാങ്കേതികതയിലാണ് എന്നതാണ് പ്രധാനം. അപ്പോ വിദ്യാഭ്യാസം, മാധ്യമങ്ങൾ, ഗ്രന്ഥാലയങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, വാണിജ്യ സ്ഥാപനങ്ങൾ എല്ലാം അറിവിനെ അറിവായ ചരക്കിനെ ഉൽപ്പാദിപ്പിക്കുകയും അതിനെ സംസ്കരിക്കുകയും അതിന് വിതരണം നടത്തുന്നതുമായ ഒരു സ്ഥാപന വ്യൂഹങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഈ വൈജ്ഞാനിക സമൂഹം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇവിടുത്തെ ആദ്യത്തെ ചോദ്യം വരുന്നത്, മലയാള ഭാഷ ഈ വൈജ്ഞാനിക സമൂഹത്തെ അല്ലെങ്കിൽ ആധുനിക ജ്ഞാന പ്രസരണത്തിന് സജ്ജമാണോ എന്നതാണ് ഏറ്റവും വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും പല രീതിയിലുള്ള ചർച്ചകൾ വരുന്നുണ്ട്. ആ ചർച്ചകളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അതിന്റെ പ്രാഥമിക വശം എന്ന് പറയുന്നത് ഈ ആശയം പോലും കൃത്യമായി മനസ്സിലാക്കാതെയാണ് മലയാള സന്ദർഭത്തിൽ ജ്ഞാനസമൂഹം എന്ന വാക്കും അല്ലെങ്കിൽ വൈജ്ഞാനിക സമൂഹം എന്ന വാക്കൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോ ഇവിടെ ഈ ഒരു ഭാഷയുടെ ആർജിതമായിട്ടുള്ള അതിന്റെ ശേഷിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് ജ്ഞാനപ്രസരണത്തിന് മലയാളം എത്രത്തോളം സജ്ജമാണ് എന്ന ചോദ്യമാണ് പ്രധാനമായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ട് ഈ അധിനിവേശ അനന്തര സമൂഹങ്ങളിൽ ഉന്നയിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണ്, എന്താണ് ഈ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം എന്താണ് എന്നുള്ളതാണ്. അപ്പോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഭാഷാ സമൂഹങ്ങൾ, ഏതൊരു ഭാഷ അത് എത്ര ചെറുതായാലും 9,000-ലേറെ ലോകഭാഷകളിൽ ഏറ്റവും ചെറിയ ആണെങ്കിലും ഏറ്റവും വിപുലമായ വലിയ ഭാഷയാണെങ്കിലും ആ ഭാഷകളെല്ലാം ജ്ഞാനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോ ജ്ഞാനശൂന്യ സമൂഹമല്ല, ഒരു ഭാഷാ സമൂഹവും ജ്ഞാനശൂന്യ സമൂഹമല്ല എന്നത് അടിസ്ഥാനപരമായും നമുക്ക് അംഗീകരിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ പോസ്റ്റ് കൊളോണിയൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ അധിനിവേശ അനന്തര സമൂഹങ്ങളിൽ ഇംഗ്ലീഷിലൂടെ ഉള്ളതാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതപ്പെട്ടതാണ്, ഇംഗ്ലീഷിൽ നിന്ന് ലഭിക്കേണ്ടതാണ് ജ്ഞാനം എന്നൊരു ധാരണ ലോകത്തെമ്പാടും, അത് ഇന്ത്യയിൽ മാത്രമല്ല അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള അധിനിവേശ അനന്തര സമൂഹങ്ങളിൽ ബാധിച്ചിരിക്കുന്ന ഒരു പകർച്ചവ്യാധി പോലെ നിൽക്കുന്ന ഒരു ഘടകമാണ്. അപ്പോ അങ്ങനെ ഈ ഭാഷാ സമൂഹങ്ങൾ എന്നുള്ള ആശയത്തിൽ നിന്നും നമ്മൾ ഈ ജ്ഞാനസമൂഹത്തിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ ജ്ഞാനശൂന്യരാണ്, നമ്മൾ ജ്ഞാന ഉൽപാദകരല്ല, പകരം ജ്ഞാന ഉപഭോക്താക്കളാണ് എന്ന ഒരു മനോഭാവം. അപ്പോൾ ഈ ജ്ഞാന ഉൽപാദനവും ജ്ഞാന ഉപഭോക്താവും തമ്മിലുള്ള ഈ വ്യത്യാസം, ഇവിടെ അരി ഉൽപ്പാദിപ്പിക്കുന്നവനും അരി വാങ്ങുന്നവനും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെ അറിവ് വാങ്ങേണ്ടതാണ് അല്ലെങ്കിൽ നമുക്കത് ഉപഭോഗം ചെയ്യേണ്ടതാണ് എന്നതുകൊണ്ട് നമ്മുടെ നാട്ടറിവുകൾ, നമ്മുടെ മണ്ണറിവ്, നമ്മുടെ കടലറിവ്, നീരറിവ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്ന, അധികം പ്രാധാന്യം കൊടുക്കാതെ ഫോക്ലോറിന്റെ ഭാഗമായിട്ടും അല്ലാതെയൊക്കെ നമ്മൾ അക്കാദമികമായി ചിലപ്പോൾ സംശയിക്കുന്ന, ചർച്ച ചെയ്യുന്ന ഇത്തരം നാട്ടറിവുകൾ, ഇതൊക്കെ വളരെ വിപുലമായിട്ട് മലയാളത്തിൽ ഒരു സഞ്ചയം ഉണ്ടായിട്ടുണ്ട്, ഒരു കോർപ്പസ് ഉണ്ട്.
നമ്മുടെ നീരറിവിനെ കുറിച്ച് നമുക്കറിയാം, നമ്മുടെ മണ്ണുകളെ കുറിച്ച് അറിയാം, കടലറിവുണ്ട്, കാടറിവുണ്ട്. ഈ അറിവുകളെയൊന്നും നമ്മൾ സാധാരണഗതിയിൽ അക്കാദമികമായ ഒരു സന്ദർഭത്തിലേക്കോ അതിന്റെ ശാസ്ത്രീയതയിലേക്കോ ഈ ഇൻഡിജിനസ് നോളജ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് നമ്മൾ ആർജിച്ചെടുത്ത, നമ്മൾ ഉൽപ്പാദിപ്പിച്ച ഈ ജ്ഞാനവ്യവസ്ഥയെ അക്കാദമിക അംഗീകാരം നൽകാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ കൃഷി മലയാളം പോലുള്ള പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇതൊക്കെ ഒരു ഭാഗത്തിരിക്കുമ്പോഴും നമ്മൾ പാശ്ചാത്യമായിട്ട് കിട്ടുന്ന അറിവിനെ കുറിച്ചാണ് കൂടുതലായി വേവലാതിപ്പെടുന്നത്. അങ്ങനെ ഇത് തുടങ്ങി വെക്കുന്നത് പശ്ചിമോദയം എന്ന് പറയുന്ന ഗുണ്ടത്ത് ആരംഭിക്കുന്ന ഈ പ്രസിദ്ധീകരണത്തിലൂടെയാണ്. ഈ പാശ്ചാത്യ ജ്ഞാന വിനിമയ വ്യവസ്ഥയെ കുറിച്ചുള്ള അറിവ് ഇങ്ങനെ ഇറക്കുമതി ചെയ്യപ്പെടേണ്ടതാണെന്നൊരു ബോധം നമ്മളിൽ എത്തുകയും, ഇത് വളരെ വിപുലമായ ചർച്ചകൾ ഇത് ചെയ്തിട്ടുണ്ട്. അതായത് കൊളോണിയൽ മിഷണറി വിദ്യാഭ്യാസത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് എന്താണ് ഇവിടെ റീപ്ലേസ് ചെയ്യപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമ്പരാഗത ജ്ഞാന പദ്ധതികളും പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും ഒക്കെ പരിഷ്കരിക്കപ്പെടുകയല്ല ചെയ്തത്, പകരം ഏതാണ്ട് റീപ്ലേസ്മെന്റ് തന്നെയാണ് നടന്നത്. ഒരു തരം ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന പോലുള്ള ഒരു പ്രക്രിയയാണെന്ന് പലപ്പോഴും മലയാള സന്ദർഭത്തിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. അപ്പൊ ഈ ഒരു ഭാഷയുടെ അറിവുൽപാദന ശേഷിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വലിയൊരു കോർപ്പസ് ഫോക്ലോറിന്റെയും അതുപോലെ ഉള്ള പരമ്പരാഗത ജ്ഞാനവ്യവസ്ഥകളുടേതും എല്ലാ മേഖലകളിലുള്ള സാങ്കേതിക വിദ്യയുടെയും ഒക്കെ ആയിട്ടുള്ള ഒരു അറിവിന്റെ സഞ്ചയം നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കപ്പൽ ശാസ്ത്രം, നമ്മുടെ ഉരുനിർമ്മാണം എന്ന് നമ്മൾ പറയുന്നത് പോലെ കപ്പൽ ശാസ്ത്രം എന്ന് പറയുന്നത് സംഘകാലത്ത് തന്നെ ദ്രാവിഡരുടെ ഇടയിൽ, പ്രത്യേകിച്ചും ഈ തമിഴ് മലയാള സന്ദർഭത്തിൽ വളരെ വിപുലമായിട്ട് പ്രശസ്തി ആർജിച്ചിരുന്ന ഒരു സാങ്കേതികതയാണ്. അപ്പൊ ഇത്തരത്തിൽ ഒട്ടേറെ ഇപ്പൊ മെറ്റലർജിയുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പയ്യന്നൂരും ആറന്മുളയും എന്ന് മാത്രമല്ല, കേരളത്തിന്റെ പല പ്രദേശങ്ങളും ഈ പറയുന്ന മെറ്റലിനെ സംസ്കരിക്കുന്ന കാര്യത്തിലൊക്കെ വലിയ വലിയ വിജയം നേടിയിരുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വലിയ അറിവിന്റെ സഞ്ചയം സംഘകാല ചരിത്രത്തിലെല്ലാം തന്നെ കിടക്കുന്ന ഈ അറിവിന്റെ വ്യവസ്ഥയെ നമ്മൾ അംഗീകരിക്കുന്നില്ല. പകരം അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ ഉണ്ടായ അറിവിന്റെ ആ ഉൽപാദന ശേഷി ഒട്ടും കുറവല്ല. ഒരുപാട് തരം അറിവുകളെ അത് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല നമുക്കറിവ്. നമുക്ക് അതുകൊണ്ട് അറിവ് നിർമ്മിച്ചെടുക്കണം എന്നുള്ളത് ജ്ഞാനനിർമ്മാണ ശേഷിയിലേക്കാണ് നമ്മൾ കൂടുതലായിട്ട് ഊന്നൽ നൽകുന്നത്. അപ്പോ തനത് വൈജ്ഞാനിക ശേഷിയെ കുറിച്ച് അല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. മലയാള സന്ദർഭത്തിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ഭാഷയിൽ എങ്ങനെ ആധുനികമായ ജ്ഞാനം നിർമ്മിച്ചെടുക്കാം, അതിനു വേണ്ടി നമ്മൾ വിവർത്തനത്തിലൂടെ ജ്ഞാനം കൊണ്ടെത്തിക്കുക, ഇറക്കുമതി ചെയ്യുക എന്ന മനോഭാവമാണ്. അപ്പൊ ഒരു ഭാഷയുടെ തനത് ശേഷിയെ ഉൾക്കൊള്ളാതെ പകരം അതിനെ നമ്മൾ ഈ ഉപകരണാത്മകമായ ഒരു തലത്തിലേക്ക് ഉയർത്തുകയും അതിനുവേണ്ടി നമ്മൾ വിവർത്തനം എന്ന് പറയുന്ന പ്രക്രിയ, വിവർത്തനത്തെ വളരെ വിപുലമായ ചർച്ചകൾക്ക് വിധേയമാകുന്ന ഒരു മേഖലയാണ് ഈ വിവർത്തനം. എന്തായാലും ആ വിവർത്തന ക്ഷമത, കാരണം മലയാളിയുടെ സാഹിത്യ സബരിയ തുടങ്ങുന്നത് തന്നെ ഈ പറയുന്ന വിവർത്തനത്തിന്റെ മനോഭാവങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ വിവർത്തന ശ്രമങ്ങളിലൂടെയാണ്. പക്ഷെ അവിടെയെല്ലാം മലയാളി ഏറ്റെടുത്ത വിവർത്തനങ്ങളുടെ ഒരു പട്ടിക നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യകാലത്ത് മലയാളി ട്രാൻസ്ക്രിയേഷൻസ്, അഡാപ്റ്റേഷൻസ് ആണ് ചെയ്തത്. പകരം വിവർത്തനം എന്ന് പറയുന്ന പ്രക്രിയ അതേപടി ഒരു പാശ്ചാത്യ മനോഭാവത്തോടു കൂടെയുള്ള വിവർത്തനമല്ല ഇന്ത്യയിൽ പൊതുവിൽ നിന്നതും അതുപോലെ കേരള സന്ദർഭത്തിൽ മലയാളി ഏറ്റെടുത്തതും. പക്ഷെ ആ അത്തരത്തിലുള്ള വിവർത്തനത്തിന്റെ അല്ലെങ്കിൽ ആ സന്ദർഭവൽക്കരണത്തെ അല്ലെങ്കിൽ എൻകൾച്ചറൈസേഷൻ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അത്തരം വിവർത്തനത്തെ അല്ല നമ്മൾ ഇപ്പോൾ പറയുന്നത്. അങ്ങനെ മലയാളം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭാഷകളിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാള ഭാഷയ്ക്കുള്ള വഴക്കം കൊണ്ട് തന്നെ മലയാളത്തിന്റെ വിവർത്തനക്ഷമത ഇന്ത്യൻ ഭാഷകളിൽ ഒന്നാമത് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. വളരെയധികം ഉയർന്ന തരത്തിലുള്ള വിവർത്തന ശേഷി മലയാളം ഇതിനകം നേടിയിട്ടുണ്ട്. അപ്പോ ആ വിവർത്തനം ആണ് നമ്മുടെ ഒരു പ്രധാന, അതായത് വിജ്ഞാനത്തെ ഇറക്കുമതി ചെയ്യാൻ, വിജ്ഞാനത്തെ നിർമ്മിക്കാനായി നമ്മൾ എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രക്രിയ. അല്ല, വിജ്ഞാന ഉൽപാദനത്തെ കുറിച്ചല്ല നമ്മൾ കൂടുതൽ ഊന്നൽ നൽകുന്നത്, പകരം വിജ്ഞാനത്തിന്റെ ഇറക്കുമതിയും അതിന്റെ വിതരണം എന്ന് പറഞ്ഞാൽ ഉപഭോഗത്തെ കുറിച്ചാണ്.
അപ്പോൾ ഒരു കൺസ്യൂമർ, നോളജ് കൺസ്യൂമർ എന്നുള്ള നിലയിൽ മലയാളി മാറുകയാണ്. ഒരു നോളജ് പ്രൊഡ്യൂസർ എന്ന നിലയിലല്ല മലയാളിയുടെ ആസൂത്രണം ഊന്നൽ നൽകുന്നത് എന്ന് മാത്രം പറയുന്നു. അപ്പോ ഒരു ഭാഷ എന്നുള്ള നിലയിൽ അതിന്റെ മാധ്യമശേഷിയെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ മലയാളത്തിന് എന്തെങ്കിലും തരത്തിലുള്ള മാധ്യമശേഷി കുറവ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു മാധ്യമമായിട്ട്, ഒരു ഭാഷയുടെ മാധ്യമമായിട്ട് നമ്മൾ പറയുന്ന ആദ്യത്തത് വാമൊഴിയാണ്. വാമൊഴി ഈ ലോകത്ത് ഇപ്പോൾ 9,000-ലേറെ ഭാഷകളുണ്ട് എന്ന് പറയുമ്പോഴും അതിൽ തന്നെ ഏതാണ്ട് 90% ഭാഷകൾ ഇപ്പോഴും വാമൊഴി പാരമ്പര്യത്തിൽ നിൽക്കുന്നതാണ്. അപ്പൊ ഈ വാമൊഴിയുടേതായിട്ടുള്ള അതിന്റെ മാധ്യമപരമായിട്ടുള്ള പരിമിതിയെയാണ് നമ്മൾ വരമൊഴിയിലൂടെ മറികടക്കുന്നത്. കാരണം ഇതൊരിക്കലും പോർട്ടബിൾ അല്ല എന്നുള്ളതാണ്, ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സെൻസിലാണ്. അപ്പോൾ ഈ വാമൊഴി വഴക്കങ്ങൾ എല്ലാ സമൂഹങ്ങളിലെയും ഒരുപാട് തരം ജ്ഞാനോത്പാദനം നടത്തുകയും ആ അറിവുകളെ ഓർമ്മയിൽ സംരക്ഷിക്കുകയും അതിനെ പ്രത്യേക വ്യവഹാര രൂപങ്ങളിലാക്കി അതിനെ ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത്, അത് പാട്ടുകളിലാകാം, കടങ്കഥകളിലാകാം, പഴഞ്ചൊല്ലുകളിലാകാം, അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ അറിവിന്റെ വ്യവസ്ഥകളായിട്ട് തന്നെ എല്ലാ സമൂഹങ്ങളിലും ഇത് രൂപപ്പെട്ടിട്ടുണ്ട്. മലയാളിക്കും ശക്തമായിട്ടുള്ള ഒരു വാമൊഴി വഴക്കം ഉണ്ട്. പക്ഷെ ഈ വാമൊഴി വഴക്കത്തെ അല്ല നമ്മൾ ഏറ്റെടുത്തത്, പകരം വരമൊഴിയെ, ഈ വരമൊഴി എന്ന് പറയുന്ന ലിപി നിഷ്ഠ സമൂഹം എന്ന് നമ്മൾ പറയുന്ന, അത് സ്ക്രിപ്റ്റ് സെൻട്രിക്, ഫോണോസെൻട്രിക്, സ്ക്രിപ്റ്റ് സെൻട്രിക് എന്നൊക്കെ നമ്മൾ പറയുന്ന വാക്കുകളാണ്. അപ്പോൾ വരമൊഴി കേന്ദ്രിതമായിട്ടുള്ള വരമൊഴി നിഷ്ഠ സമൂഹങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വരമൊഴിയിൽ ഉൾപ്പെടുത്തുന്ന അല്ലെങ്കിൽ വരമൊഴിയിൽ നമ്മൾ ആവിഷ്കരിക്കുന്നത് മാത്രമാകുന്നു അറിവ് അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോ സ്വാഭാവികമായിട്ട് ഈ ലിപി എന്ന് പറയുന്ന വ്യവസ്ഥ ഒരു സമൂഹത്തെ വളരെ, അത് ലിപി എന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രാഥമികമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ്, ഒരു ടെക്നോളജിയാണ്. ആ ടെക്നോളജി സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഡിവിസീവ്, അതായത് ഒരു സമൂഹത്തെ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു, അറിയുന്നവർ, അതായത് ലിപി അറിയുന്നവർ സാക്ഷരർ എന്നും ഇത് അറിവില്ലാത്തവർ എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു പൊളിറ്റിക്കൽ ഡിവിഷൻ വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരമൊഴി വളരെ കൃത്യമായിട്ടുള്ള ഒരു പവർ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതൊരു സ്ഥാപനമായി മാറുക. ഈ സ്ഥാപനം അപ്പോൾ വരമൊഴിയിൽ ലോക്ക് ചെയ്തിരിക്കുക, അതായത് ജ്ഞാനമല്ല അല്ലെങ്കിൽ അറിവെല്ലാം വരമൊഴി കേന്ദ്രിതമാണ്, വരമൊഴിയിലുള്ളത് മാത്രമേ അറിവാകൂ. അങ്ങനെയാണ് അച്ചടിക്കുന്നത് എന്തും അറിവാണ് എന്നുള്ള ധാരണയിലേക്ക് മലയാളി വരുന്നത്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കുടെ വ്യവഹാര ഉൽപാദനത്തെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 200 അടുക്കും ഈ അച്ചടി കേന്ദ്രിതമായിട്ടുള്ള വ്യവഹാരങ്ങൾ. വാമൊഴിയിലാവുമ്പോൾ അത്രയും ഇല്ല. ഫോക്ലോറിന്റെ എത്ര ജാനേഴ്സ് വരുന്നുണ്ടോ അത്രയാണ് നമ്മൾക്ക് അവിടുത്തെ വ്യവഹാര രൂപങ്ങൾ. പക്ഷെ വരമൊഴിയുടെ വ്യവഹാര രൂപങ്ങൾ എന്ന് പറയുന്നത് ഒട്ടേറെ വിപുലമായിട്ടുള്ള കഴിഞ്ഞ 200 വർഷത്തിന്റെ ഒരു വ്യവഹാര ഡിസ്കോഴ്സ് പ്രാക്ടീസസ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഒട്ടേറെ രീതിയിൽ നമ്മുടെ ബോധത്തെ തന്നെ റീപ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിന്റെ തുടർന്നാണ് നമ്മൾ ഒരു ഡിജിറ്റൽ സമൂഹമായിട്ട് വരുന്നത്. അവിടെ വാമൊഴിയുടെ മാധ്യമപരമായ പരിമിതിയെ മറികടന്നുകൊണ്ട് ആണ് വരമൊഴി രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പോൾ വരമൊഴി തിരസ്കരിച്ച ഒരു വിഭാഗം ആണ് ഈ വാമൊഴി വഴക്കങ്ങൾ. അതിനെ രണ്ടിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മേഖലയായിട്ടാണ് ഈ ഡിജിറ്റൽ ലോകം വരുന്നത്. അതിന് വാമൊഴിയും വരമൊഴിയും ഒരുമിച്ച് തന്നെ ഉൾച്ചേർത്ത് നിർത്താൻ കഴിയുമെന്നതുകൊണ്ടും. പക്ഷെ അവിടെ വരുന്നത് അതിൻ്റെ ഒരു ഈ പറയുന്ന സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ അത് വാമൊഴിയുടെ ചില ശീലങ്ങൾ അത് നിലനിർത്തുന്നു, പെട്ടെന്ന് മാഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു രീതിയാണ്. അത് ഒരു മാധ്യമത്തിൻ്റെതായിട്ടുള്ള. അപ്പൊ മാധ്യമശേഷി മലയാളത്തിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ വാമൊഴിയിലും വരമൊഴിയിലും ഏതാണ്ട് തിരമൊഴി അത്ര കണ്ട് വിപുലമല്ലെങ്കിൽ പോലും നമ്മൾ അതിൽ എല്ലാം തന്നെ വ്യവഹാര ഉൽപാദന ശേഷി മലയാളം ആർജിച്ചിട്ടുണ്ട്. മലയാളം കൃത്യമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഒരു മാധ്യമശേഷിയുടെ കാര്യത്തിൽ മലയാളം ഒട്ടും പിന്നിലല്ല, പകരം മലയാളം. പക്ഷെ ഇവിടെയൊക്കെ അറിവിനെ നമ്മൾ എപ്പോഴും ഈ വ്യവസ്ഥകളിൽ ഓരോ ഘട്ടത്തിലും, ഇത് ഓരോ ചരിത്ര ഘട്ടങ്ങളാണ്, ഓരോ സാംസ്കാരിക ഘട്ടങ്ങളാണ്, ഓരോ അധികാര ബന്ധങ്ങളുടെയും ഉൽപാദനത്തിന്റെയും വിതരണക്രമത്തിന്റെയും ബന്ധങ്ങളാണ്. ഇവിടെ എല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള ചില എക്സ്ക്ലൂഷൻസ് നമ്മൾ വളരെ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. അത് നമുക്ക് അറിഞ്ഞൂടാത്ത രീതിയിൽ, അതായത് പല തരത്തിലുള്ള
ഡോമിനൻസ്, അതായത് നമ്മളെ ഇതിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഈ സാങ്കേതികത തന്നെ നമ്മളെ മാറ്റിയെടുക്കുന്ന രീതി, ഇതൊക്കെ വളരെ പ്രധാനമായിട്ട് നമ്മൾ കാണണം. അതുകൊണ്ട് ഭാഷ എന്നുള്ള നിലയിൽ മാധ്യമശേഷി മലയാളം നന്നായിട്ട് തന്നെ ആർജിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ. പക്ഷെ അതേസമയം തന്നെ അറിവിന്റെ വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ അവിടെ ചില ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ ചില കയറ്റിറക്കങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇനി മറ്റൊരു സവിശേഷതയായിട്ട് വിവര സംഭരണ പ്രസരണ ശേഷിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു മലയാള ഭാഷ എത്രത്തോളം വിവര സംഭരണ ശേഷി ഉണ്ട്, ആ ഭാഷയ്ക്ക് എത്രത്തോളം പ്രസരണ ശേഷി ഉണ്ട് എന്നത് നമ്മൾ ആലോചിക്കാവുന്നതാണ്. അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഭാഷയുടെ ശബ്ദരേഖാ നിർമ്മിതികൾ കുറിച്ച് നമുക്ക് നോക്കാം. ആ ശബ്ദരേഖാ നിർമ്മിതി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന വാമൊഴി വഴക്കം തന്നെയാണ്. വാമൊഴി വഴക്കം നമ്മളെ കുറിച്ച് സാധാരണ പറയുന്ന ഒരു ഈ പാശ്ചാത്യർ മുന്നോട്ട് വെച്ച, പ്രത്യേകിച്ചും ഗുണ്ടത്തിന്റെ ആ പീരീഡ് മുതൽ നമ്മൾ ഇങ്ങോട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ മിഷണറിമാർ മുന്നോട്ട് വെച്ചത് ചരിത്രബോധമില്ലാത്ത ഒരു ജനത എന്നാണ്. ഇത് തെറ്റാണെന്ന് അവസാനം ഗുണ്ടത്ത് തന്നെ കേരളോൽപ്പത്തിയിലൂടെ അത് മാറ്റുന്നു. പിന്നെ അത് വളരെ വിപുലമായ രീതിയിൽ ചട്ടമ്പി സ്വാമികൾ കേരളോൽപ്പത്തി മിത്തിനെ വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പൊതുബോധത്തെ നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഇടപെടലുകൾ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോ കേരളോൽപ്പത്തി എന്ന് പറയുന്ന ആ മിത്ത് അത് ശരിക്കും രൂപപ്പെടുത്തിയെടുക്കുകയാണ്. ആ രൂപപ്പെടുത്തിയെടുത്തതിനെയാണ് ചട്ടമ്പി സ്വാമി ഡിസ്മാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ വളരെ കൃത്യമായിട്ടും അതിൻ്റെ ഉള്ളിടങ്ങളെ ഘടനാ വിശകലനം ചെയ്ത് ഇത് നിർമ്മിച്ചെടുത്തതാണ് എന്ന് പറയുന്നത്. ഇവിടെ വളരെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അച്ചടിയില് അല്ലെങ്കിൽ ഈ ലിഖിത രൂപത്തിലേക്ക് വരുമ്പോൾ ചില ചരിത്രങ്ങൾ നമ്മൾ സൃഷ്ടിക്കുകയാണ്. ഇതിനെയാണ് ചട്ടമ്പി സ്വാമി നെഗേറ്റ് ചെയ്യുന്നത്. ഇവിടെ വളരെ നമുക്ക് ചട്ടമ്പി സ്വാമിയെ അറിയാൻ വളരെ സമയമെടുത്തു എന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷേ 65-ലാണ് ലെവിസ്ട്രോസിന്റെ മിത്ത് അനാലിസിസ് വരുന്നത്. ചട്ടമ്പി സ്വാമി ഈ പരശുരാമൻ മിത്ത് അനലൈസ് ചെയ്യുന്നത് കൃത്യമായി 13-ലാണ്. അപ്പോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, അതും വളരെ കൃത്യമായിട്ടുള്ള ബൈനറി ഓപ്പോസിഷൻ എന്ന് പറയുന്ന ഘടനാത്മക ഭാഷാശാസ്ത്രം 1916-ൽ വന്നതിന് ശേഷം ആണ് അത് നമുക്ക് പരിചിതമാകുന്നത് പാശ്ചാത്യ ജ്ഞാനത്തിലൂടെ. പക്ഷെ അതിനു മുമ്പ് തന്നെ ചട്ടമ്പി സ്വാമി ഘടനാത്മകമായി ഈ പറയുന്ന ബൈനറി ദ്വന്ദ്വം വളരെ കൃത്യമായി വിശകലനം ചെയ്യുകയും ഇത് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന അപനിർമ്മാണ പ്രക്രിയ നിർവഹിക്കുകയും വ്യവഹാര അപനിർമ്മാണ പ്രക്രിയയിൽ ഈ പറയുന്ന 1913 തന്നെ ഇത് സക്സസ്ഫുൾ ആയി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് ഓരോ ചരിത്രവും നിർമ്മിക്കപ്പെടുന്നതിന്റെ രീതി. അപ്പോ വാമൊഴി വഴക്കങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ശബ്ദരേഖ നിർമ്മിതിയാണത്. ആ വഴക്കങ്ങൾ ഓർമ്മയിലൂടെ, പാട്ടുകളിലൂടെ, മിത്തുകളിലൂടെ, പുരാവൃത്തങ്ങൾ എന്ന് നമ്മൾ പറയുന്ന മിത്തുകളിലൂടെ, കടങ്കഥകളിലൂടെ ഒക്കെ ആർജിച്ച ഒരു സമൂഹമുണ്ട്. അവയ്ക്ക് കാർഷികമായിട്ടുള്ള ജ്ഞാനവ്യവസ്ഥയുണ്ട്, സാങ്കേതിക വ്യവസ്ഥയെക്കുറിച്ചുള്ള അറിവുണ്ട്. നമ്മുടെ ഈ പറയുന്ന ഐങ്കുടി കമ്മാളർ എന്ന് പറയുന്ന സമൂഹങ്ങളുടേതായിട്ടുള്ള ഇതൊക്കെ വളരെ ശക്തമായിട്ടുള്ള പാരമ്പര്യങ്ങളാണ്. ഈ പാരമ്പര്യം ഉണ്ടായിരുന്നു. അപ്പോ അവിടെയാണ് നമ്മൾ വീണ്ടും വരുന്നത്. ഇത് ഒരു യൂറോസെൻട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് കേന്ദ്രിതമായിട്ടുള്ള ഒരു ആശയമാണ്. ഇഗാലിറ്റേറിയൻ സൊസൈറ്റി എന്ന് ആണ് ഒരു വാക്ക് വിളിക്കുന്നത്. ഓറൽ സൊസൈറ്റീസ് ആർ ഹൈലി ഇഗാലിറ്റേറിയൻ എന്നുള്ളൊരു വാക്ക് കേരളത്തിന്റെ സമൂഹ സന്ദർഭത്തിൽ ഇഗാലിറ്റേറിയൻ എന്ന് പറയുന്ന ഒരു സമൂഹമാണ് ഇവിടുത്തെ ഓറൽ സൊസൈറ്റി അല്ലെങ്കിൽ വാമൊഴി സമൂഹം എന്ന് നമുക്ക് പറയാനാകുമോ എന്നതാണ് ഒരു ചോദ്യം. കാരണം അവിടെ ഇഗാലിറ്റേറിയൻ എന്ന് പറയുന്ന ഒരു ട്രൈബൽ കോണ്ടെക്സ്റ്റിന് ഇത് ചെയ്യുമ്പോൾ അവിടെ ഒഴിവാക്കലില്ല, എക്സ്ക്ലൂഷൻ ഇല്ല, ഇൻക്ലൂസീവ്, എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്നു, എല്ലാവരുടെയും ജ്ഞാനം അതിനകത്തുണ്ട് എന്നൊക്കെ ഒരു ധാരണയിലാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. ഇത് ഹൈലി യൂറോസെൻട്രിക് ആയിട്ടുള്ള ഒരു സമൂഹമാണ്. പക്ഷെ കേരളത്തിന്റെ സാമൂഹ്യ ഘടനയ്ക്കുള്ളിൽ കൃത്യമായിട്ടും ഈ വിനിമയ അതിർത്തികളുണ്ട്. ആ വിനിമയ അതിർത്തികൾ എല്ലാ ട്രൈബൽ സമൂഹങ്ങളിലും, അപ്പോ സംഘകാലം മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായ തൊഴിൽ വിഭാഗങ്ങളുടെ രൂപീകരണം കാണാം. ആ വ്യത്യസ്തമായ തൊഴിൽ ചെയ്യുന്ന
ആൾക്കാർ താമസിക്കുന്ന ആവാസ ഇടങ്ങളുടെ വ്യത്യാസം കാണാം. അപ്പൊ ഇങ്ങനെ വളരെ കൃത്യമായിട്ടും ഈ വിനിമയ അതിർത്തികൾ വളരെ കൃത്യമായി മലയാള സമൂഹത്തിനകത്ത് അല്ലെങ്കിൽ കേരള സമൂഹത്തിനകത്ത് തുടക്കം മുതൽ തന്നെ രൂപപ്പെട്ടിരുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പൊ അവിടെ വിവേചനം ഉണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ വിവേചനം എന്ന് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന വാക്ക് അത് ഈ പറയുന്ന പ്രിന്റ് സെൻട്രിക് ആയിട്ടുള്ള പ്രിന്റ് ക്യാപിറ്റലിസത്തിന്റെ ഒരു പ്രൊഡക്ഷൻ ആയിട്ട് കാണേണ്ടതില്ല. അത് ഓറൽ സൊസൈറ്റിക്കുള്ളിൽ പോലും ആ വിവേചനം കൃത്യമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതുവരെ അറിയുന്ന ചില യൂറോസെൻട്രിക് ആയിട്ടുള്ള യൂറോ കേന്ദ്രിതമായിട്ടുള്ള ചില ആശയങ്ങൾക്കുള്ളിൽ മലയാളിയുടെ ചില സവിശേഷതകൾ ഉണ്ട് എന്ന് പറയാനായിട്ടാണ് ഞാൻ ആ സ്പേസ് ഉപയോഗിക്കുന്നത്. രണ്ട്, ഇനി ലിഖിത രേഖാ നിർമ്മിതികൾ വരുമ്പോഴാണ് വളരെ ഇവിടെയാണ് ചട്ടമ്പി സ്വാമി വീണ്ടും വരുന്നത്. ആ ലിഖിത രേഖാ നിർമ്മിതിയെ അല്ലെങ്കിൽ അവര് എഴുതി വെച്ചിരുന്ന കേരളോൽപ്പത്തിയെയാണ് അദ്ദേഹം ഒഴിവാക്കൽ. കാരണം അതൊരു സൂപ്പർ ഇമ്പോസിഷൻ ആണ് എന്നത് വളരെ കൃത്യമായിട്ട്. അപ്പോ എത്ര 1913കളിൽ മലയാളി ചിന്തിച്ചത് അന്നത്തെ ലോകം ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള ധാരണാശേഷിയിലാണ്. അപ്പോ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഷയിലൂടെ ലാംഗ്വേജ് നെവർ റിഫ്ലക്ട്സ് റിയാലിറ്റി, ഇറ്റ് റിഫ്ലക്ട്സ് റിയാലിറ്റി എന്ന് പറയുന്നത് പോലെ ഭാഷ ശരിക്കും കപടബോധം സൃഷ്ടിക്കുകയാണ്, കപട യാഥാർത്ഥ്യങ്ങൾ നിർണ്ണയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ അപനിർമ്മിക്കണം എന്ന തീരുമാനത്തിലേക്കാണ്. അപ്പൊ ആ ഒഴിവാക്കലിന്റെ ചരിത്രം മലയാളി ആർജിക്കുന്നത് ലോക ഭാഷ അല്ലെങ്കിൽ വിശകലന ബോധം അല്ലെങ്കിൽ നിരീക്ഷണ ബോധം ഉണ്ടാകുന്നതിന് മുമ്പാണ്. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മലയാളികൾക്കിടയിൽ ചിന്തയുടെ, ധൈഷണികതയുടെ അല്ലെങ്കിൽ നിരീക്ഷണ ബോധത്തിന്റെ ഒക്കെ വലിയ ഒരു ഈടുവയ്പ് ഉണ്ടായിരുന്നു എന്നാണ് ഇത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പ്രിന്റ് ടെക്നോളജി വരുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഡിസ്ക്രിമിനേഷനെ കുറിച്ചും, അപ്പോൾ സാക്ഷരതയുടേതായിട്ടുള്ള ഡിസ്ക്രിമിനേഷനും ഉണ്ട്, അറിവിന്റെ കോൺസെൻട്രേറ്റ് എന്തിനെയാണ് അറിവെന്ന് രേഖപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ചുള്ളതുണ്ട്, അതുപോലെ ഈ കപട നിർമ്മിതികളുണ്ട്. ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു വ്യവസ്ഥ ഇവിടെയെല്ലാം, ഈ വ്യവസ്ഥയിലെല്ലാം ഭാഷ വിവരസംഭരണം നടത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇത് പ്രസരണവും ചെയ്യുന്നുണ്ട്. അപ്പോ ഭാഷ ഒരിക്കലും എപ്പൊളിറ്റിക്കൽ ആകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ. അരാഷ്ട്രീയമായിട്ടല്ല, അത് ആ സന്ദർഭത്തിനനുസൃതമായിട്ടുള്ള രാഷ്ട്രീയം ഭാഷയുടെ വഴക്കങ്ങളിൽ ഉൾച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ആ ഭാഷാ സമൂഹം ഭാഷയെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ ഭാഷയുടെ ശേഷിയെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടത്. കേരളോൽപ്പത്തിയെ അപനിർമ്മിക്കുമ്പോൾ ചട്ടമ്പി സ്വാമി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്ന ബോധം, ഈ പറയുന്ന രേഖാചരിത്രം ഇത് ചരിത്ര നിർമ്മിതിയല്ല, പകരം നമ്മുടെ മേളിൽ നടത്തുന്ന മറ്റൊരു തരത്തിലുള്ള ബ്രാഹ്മണീയമായിട്ടുള്ള ഒരു അധീശത്വ നിർമ്മിതിയാണ് എന്ന ബോധമാണ് ചട്ടമ്പി സ്വാമി അവിടെ നിർമ്മിച്ചെടുക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ ഈ അന്യഭാഷകളുടെ സ്വാംശീകരണം, ഇത് വളരെ പ്രധാനമായിട്ട് കേരളത്തിന്റെ സന്ദർഭത്തിൽ പരകീയ പദങ്ങളുടെ വലിയ സമ്പന്നതയുള്ള കേരളത്തിന്റെ മലയാള ഭാഷയുടെ ചരിത്രത്തിൽ മലയാള ഭാഷ ഉൾച്ചേർത്തിരിക്കുന്ന അന്യഭാഷകളെ ഇവിടെ വളരെ പ്രധാനമാണ്. ദി അതർ എന്നുള്ള സെൻസിനെ നമ്മൾ മലയാളി എങ്ങനെയാണ് നെഗോഷിയേറ്റ് ചെയ്ത് എന്നാണ്. അല്ലാതെ മലയാളി ഒരിക്കലും പേടിച്ച് ഓടുകയോ ഒരുതരം നിങ്ങൾ ആരും തന്നെ ഞങ്ങള് ഉൾക്കൊള്ളില്ല എന്ന് പറയുന്ന ബോധത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തമിഴ് ബോധത്തിലേക്കല്ല മലയാളി പോയത്. എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ള ഇത് വളരെ കേരളത്തിന്റെ ചരിത്രത്തിന്റെ സന്ദർഭത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം മലയാളിയുടെ സാമ്പത്തിക സ്ഥിതി, മലയാളിയുടെ കടൽ വാണിജ്യവുമായിട്ടുള്ള ബന്ധം, പോർട്ട് ടൗൺ സിറ്റീസ്, ഇതൊക്കെ ഉള്ള ചരിത്രത്തിൽ വരുന്നവരെ സ്വീകരിക്കുക, അവരെ ഉൾക്കൊള്ളുക. പക്ഷെ ഉൾക്കൊള്ളുന്നതിൽ ഒരുപാട് പരിമിതികൾ, വളരെ കൃത്യമായിട്ടുള്ള എന്താ പറഞ്ഞ മതിലുകൾ മലയാളി നിർണയിച്ചിട്ടുണ്ട്. എത്രത്തോളം ഉൾക്കൊള്ളാം, എത്ര വരെ അവർക്ക് വരാം, എന്തൊക്കെ നമുക്ക് അവരിൽ നിന്ന് സ്വീകരിക്കാം, എന്തൊക്കെ സ്വീകരിക്കരുത്. അപ്പൊ പോർച്ചുഗീസ് വന്നു, പോർച്ചുഗീസുകാരിൽ നിന്ന് എന്തൊക്കെ സ്വീകരിക്കാം എന്നുള്ളത് അനുസരിച്ച് പ്രാകൃതം വന്നു, പ്രാകൃതത്തിൽ നിന്ന് എന്തൊക്കെ. അപ്പൊ കരവഴിയും കടൽ വഴിയും വന്നു കയറിയ സംസ്കൃതികളെ എല്ലാം സ്വീകരിക്കുകയാണ്, ആരെയും ഓടിക്കുകയല്ല മലയാളി ചെയ്തത്. അപ്പൊ ഇത് ഇന്ത്യൻ സമൂഹത്തില്
മലയാളിയുടെ ഈ ഒരു ട്രൈബൽ സമൂഹമല്ല മലയാളി എന്ന് വരുന്നത് ഇവിടെയാണ്. ട്രൈബൽ സമൂഹങ്ങളെല്ലാം സാധാരണഗതിയിൽ ഈ അന്യതയെ ഉൾക്കൊള്ളാറില്ല. അത് എപ്പോഴും വളരെ ഡിഫൻസീവാണ്. ഈ ഒരു ഡിഫൻസീവ്നെസ് പല സന്ദർഭങ്ങളിലും ഉള്ളപ്പോഴും മലയാളി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോസ്മോപൊളിറ്റൻ എന്ന് പറയുന്ന വാക്ക്, അത് പോലെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇൻക്ലൂസീവ് ഹൈബ്രിഡിറ്റി എന്നാണ് ആ വാക്ക്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഉൾക്കൊണ്ട് വളരുക, അല്ലാതെ എതിർക്കുക, പ്രതിരോധിക്കുക എന്നുള്ളതല്ല, ഉൾക്കൊണ്ട് വളരുക. ആ ഉൾക്കൊള്ളലിൽ ഉള്ള പ്രശ്നങ്ങളെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അന്യഭാഷാ സ്വാംശീകരണ ശേഷി എന്ന് പറയുന്നത് മലയാള ഭാഷയുടെ വഴക്കത്തിന്റെ ഏറ്റവും വലിയ റിഫ്ലക്റ്റ് ആണ്. കാരണം പദം ഏതായാലും വാക്യം നന്നായാൽ മതി എന്ന് പറയുന്നത് പോലെ ഏത് പദവും നമുക്ക് ചേരും. ഏത് പദത്തിന്റെ കൂടെയും നമ്മുടെ വിഭക്തി രൂപങ്ങൾ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഘടനയ്ക്കുള്ളിലേക്ക് മാറ്റാം. പക്ഷേ അതൊരിക്കലും മലയാളത്തിന്റെ അടിസ്ഥാന ഭാഷാ ഘടനയെ മാറ്റിമറിക്കില്ല എന്ന് വിചാരിച്ചിട്ട് പെരിഫറലായിട്ട് സ്വാഭാവികമായിട്ട് മറ്റു ഭാഷയുടെ ഘടന നമ്മുടെ ഭാഷയിലേക്ക് കടന്നു വരുന്നില്ല എന്ന് ചോദിച്ചാൽ സംസ്കൃതത്തിൻ്റെതായിട്ടുള്ള ഘടന വന്നിട്ടുണ്ട്, ഇംഗ്ലീഷിൻ്റെതായിട്ടുള്ള ഘടന വന്നിട്ടുണ്ട്, ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഈ പറയുന്ന ഭാഷാ വഴക്കം നമ്മൾ നിലനിർത്തുന്നു. അപ്പോ ഒരു വിധേയത്വം, അപ്പൊ സമ്പർക്കം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അപ്പൊ ഈ സമ്പർക്കമാണ് മലയാളത്തെ നമ്മള് മിശ്രഭാഷാവാദവും ഒക്കെ നമുക്കുള്ളതാണ്. അപ്പൊ സമ്പർക്കം ആണ് ഏറ്റവും പ്രധാനമായിട്ട് മലയാളി. അല്ല മലയാളി ഒരു എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റാരാലും ഒരു സ്വാധീനവും ചെലുത്താത്ത, ഇപ്പോ ഇന്ത്യൻ സന്ദർഭത്തിൽ സെന്റിനലീസ് എന്ന് പറയുന്ന സെന്റിനൽ ഐലൻഡിൽ മാത്രം ജീവിക്കുന്ന ഒരു 100-150 പേര്, അതുപോലുള്ള ഒരു സമൂഹമല്ല മലയാളി. തുറന്നിട്ട ലോകബോധങ്ങളെ ഉൾക്കൊണ്ട അവന്റെ ധൈഷണിക ശേഷിയെ അനുദിനം കൂട്ടിച്ചേർത്ത് വർദ്ധിപ്പിച്ച, ഇങ്ങനെ എല്ലാത്തരം സംസ്കാരങ്ങളിൽ നിന്നും സ്വാംശീകരിച്ച് വളരുന്ന ഒരു ഉൾക്കൊള്ളൽ ശേഷി അല്ലെങ്കിൽ ഒരു ഇൻക്ലൂസീവ് ഹൈബ്രിഡിറ്റി ഉള്ള സമൂഹമാണ് ഇത്. മറ്റ് ഭാഷാ സമൂഹങ്ങളുടെ ചർച്ചയിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ ഇതല്ല, ഇത് മലയാളി ആർജിച്ചെടുത്ത മലയാളിയുടേതായിട്ടുള്ള ഈ ബഹുമുഖമായിട്ടുള്ള ബഹുഭാഷ ബഹുസാംസ്കാരിക നിലയാണ്. ഇത് മലയാളി ആർജിച്ചെടുത്ത ഒരു ശേഷിയാണ്. ഇത് സമ്പർക്കത്തിലൂടെ, ഇതിനെ വിധേയത്വം എന്ന് ചിലർ പറയും, ഇംഗ്ലീഷ് ഭാഷയുടെ വിധേയത്വം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അബദ്ധങ്ങള് നമ്മൾ ആലോചിക്കണം. ഇത് വിധേയത്വമാണോ അതോ ഒരു സമ്പർക്ക സന്ദർഭത്തിൽ നമുക്ക് സാംസ്കാരികമായിട്ട് അല്ലെങ്കിൽ വിനിമയപരമായിട്ടുള്ള പരിമിതിയെ മറികടക്കലാണോ, അതോ അന്യതയെ ഉൾക്കൊണ്ട് വളരുന്ന മലയാളിയാണോ നമ്മൾ അവിടെ കാണുന്നത്? അതോ ഇതൊരു വായ്പ എടുത്ത് നമ്മൾ സാധാരണ ഈ പരകീയ പദങ്ങള് ലോൺ വേർഡ്സ് എന്നുള്ള രീതിയിൽ കടം കൊണ്ട് അല്ലെങ്കിൽ വായ്പാ പദങ്ങൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇത് വായ്പ എടുക്കലിന് അപ്പുറമായിട്ടുള്ള ഒരു തനതാക്കലാണ്, ഒരു ലോക്കലൈസേഷനാണ്, ഒരു നേറ്റിവൈസേഷൻ. ഇതിന് വളരെ കൃത്യമായിട്ടുള്ള എക്സാമ്പിള് കേരളത്തിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ പ്രാകൃതത്തിൽ നിന്നെടുത്തത്, പോർച്ചുഗീസിൽ നിന്നെടുത്ത എല്ലാ പരകീയ പദങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവയെല്ലാം നമുക്ക് മലയാള പദങ്ങളായിട്ടല്ലാതെ അതിൽ മറ്റൊരു ഘടനയും കാണാൻ കഴിയാത്ത അത്രയും ലയിപ്പിച്ച് ചേർക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അത് ഭാഷയുടെ ഒരു വഴക്കമാണ്. ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള ഈ സാങ്കേതികതയെ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യവസ്ഥകളെ എങ്ങനെയാണ് മലയാളി ഉൾക്കൊള്ളുക എന്നുള്ള ഏറ്റവും നല്ല എക്സാമ്പിള് അറബി മലയാളമാണ്. അറബി എന്ന് പറയുന്ന ഒരു ലിപി വ്യവസ്ഥയെ വളരെ കൃത്യമായിട്ടും ഈ മലയാളത്തിന് അനുയോജ്യമായ രീതിയിൽ അതൊരു ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ ആണ്, ഒരു ലോക്കലൈസേഷൻ പ്രോസസ്സാണ്. നമ്മൾ ഈ പറയുന്ന ഡിജിറ്റൽ വേൾഡിലാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്, ലോക്കലൈസേഷൻ എന്നുള്ളത്. പക്ഷെ അതല്ല, മലയാളി തുടക്കം മുതൽ ലോക്കലൈസേഷന്റെ, തദ്ദേശീകരിക്കലിന്റെ, തനതാക്കലിന്റെ, വെടിപ്പായി തനതാക്കലിന്റെ, തനിക്കാക്കലിന്റെ ഒരു സമൂഹമാണ്. അത് അന്നു മുതൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ തൽഭവങ്ങളിൽ നിന്ന് തത്സമങ്ങളിലേക്ക് മലയാളി മാറുന്ന അതിന്റെ ഒരു പ്രായോഗികത വളരെ കൃത്യമായിട്ട് മലയാളി ഏത് സന്ദർഭത്തിലാണ് ഇത് മാറ്റിയെടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ അന്യതയെ ഉൾക്കൊള്ളാൻ മലയാളിക്ക് ഒരു വിഷമം. അപ്പോ ഏത് തരത്തിലുള്ള ഫോറിൻ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു ശക്തികളെയും നെഗോഷിയേഷൻ ആണ് മലയാളി കാണുന്നത്, ഡിഫൻസിലല്ല. അതുകൊണ്ട് തന്നെ കടംകൊള്ളൽ എന്ന വാക്കിനെക്കാളും തനതാക്കലാണ്. അപ്പൊ ഇതുവഴി നമ്മുടെ ഭാഷാ മൂലധന വർധനവ്
വളരെ കൃത്യമായിട്ടുള്ള ഈ അഡാപ്റ്റ് ഈ പറയുന്ന നമ്മൾ ലോൺ വേർഡ്സ് എന്നും ഒക്കെ പറഞ്ഞു കൂട്ടുന്ന എല്ലാ ഇതുവഴി മലയാളത്തിന്റെ ഭാഷാ മൂലധനം അനുദിനം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ആ വർധനവ് അതിന്റെ ഒരു ചരിത്ര ഘട്ടങ്ങളുണ്ട്. ഓരോ സമൂഹങ്ങൾ ഇവിടെ വന്ന് സമ്പർക്കം പുലർത്തിയതും നമ്മൾ അവരുമായിട്ട് എങ്ങനെയാണ് ഇടപെട്ടതെന്നുള്ളതും അതിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ സ്വീകരിച്ചത് എന്നുള്ളതും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഇതാണ്. അത് ഒരു ചോദ്യം വീണ്ടും വരുന്നു. പലപ്പോഴും നമ്മൾ പറയുന്നു മമ്മി എന്ന് ഉപയോഗിക്കുന്നു, മമ്മി എന്ന് പറയുമ്പോൾ അമ്മ എന്ന വാക്കിനെ ഇല്ലാതാക്കുന്നു. അപ്പൊ ഒരു തരം മൂലധന ശോഷണവും സംഭവിക്കുന്നുണ്ടോ എന്നതാണ്. അപ്പോ സമ്പർക്കത്തിന്റെ ശേഷിപ്പുകളുടെ ചർച്ച വരുമ്പോൾ മലയാളത്തിന് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന സാമൂഹ്യ അതുപോലെ തന്നെ ജ്ഞാനപരമായിട്ടുള്ള ശൈക്ഷണികമായിട്ടുള്ള മുന്നേറ്റങ്ങളും പിന്നോക്കങ്ങളും നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്, അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്യഭാഷാ സ്വാംശീകരണ ശേഷിയിൽ മലയാള ഭാഷ അതിൻ്റെ വഴക്കം മറ്റ് ഇതര ഇന്ത്യൻ ഭാഷകളെ അപേക്ഷിച്ച് വളരെയധികം മുൻപന്തിയിലാണ് എന്ന് തന്നെ പറയാം. ഇതിന് സമ്പർക്ക ചരിത്രം വളരെ പ്രധാനമാണ്. ആ സമ്പർക്കവുമായിട്ട് നമ്മൾ ഇടപെട്ട രീതി, അത് സംഘകാലം മുതൽ ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കടൽ വാണിജ്യത്തിലൂടെ വിവിധ സംസ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെടാനും ഇന്ന് പോലും ലോകത്തെമ്പാടും പടർന്നു കിടക്കുന്ന മലയാളി ഡയസ്പോറയുടെ സ്വഭാവം പരിശോധിക്കുമ്പോഴും ഇതര സംസ്കാരങ്ങളോട് പെട്ടെന്ന് അടുത്തു നിൽക്കാനും അത് ഒരു ക്രോസ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന വാക്കാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോ വിപുലമായിട്ടുള്ള സാംസ്കാരിക ധാരകളെ ഉൾക്കൊള്ളാൻ മലയാളിക്ക് കഴിയുന്നു. അപ്പോ മലയാളിയുടെ അതായത് കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു ലിംഗ്വിസ്റ്റിക് സ്പേസ് അല്ല, ഒരു കോസ്മോപൊളിറ്റൻ ആയിട്ടുള്ള ഒരു മൾട്ടി ലിംഗ്വൽ ആയിട്ടുള്ള മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് സ്പേസ് മലയാളി വിപുലമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അന്യഭാഷാ സ്വാംശീകരണ ശേഷിയിലൂടെ നമുക്ക് മലയാളത്തിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയായിട്ട് മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾക്ക് വരാവുന്ന ഒരു ചോദ്യം, ഇതൊക്കെ മലയാളി ഇതിനകം ആർജിച്ചതാണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു, ഓക്കെ. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം ഇതാണ്, ഡിജിറ്റൽ സമൂഹം അല്ലെങ്കിൽ ഈ പറയുന്ന നോളജ് സൊസൈറ്റി എന്ന് പറയുന്ന കോർപ്പറേറ്റ് ക്യാപിറ്റലിസ്റ്റ് ഐഡിയയോട് മലയാളി എങ്ങനെയാണ്, നമ്മളിവിടെ കിടന്ന് ബഹളം വയ്ക്കുകയാണ് എല്ലാം നോളജ് സൊസൈറ്റിയിലേക്ക് മാറണം എന്ന്. ഇവിടുത്തെ പ്രശ്നം ഇതിനു വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ വിഭവശേഷി നമുക്കുണ്ടോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോ ഡിജിറ്റൽ വിഭവശേഷി എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 200 വർഷത്തെ പ്രിന്റ് പ്രോഡക്ട്സ് എല്ലാം അത് ഡിജിറ്റൽ വിഭവങ്ങളായേ പറ്റും. അപ്പോ അങ്ങനെ മലയാളത്തിന്റെ ഡിജിറ്റൽ വിഭവശേഷി അത് പിന്നെ മലയാളം വിക്കി വന്നതുകൊണ്ടോ അല്ലെങ്കിൽ മലയാളത്തില് ബ്ലോഗുകൾ ഉണ്ടാകുന്നത് കൊണ്ടോ മാത്രം പരിഹരിക്കുന്നതല്ല. എല്ലാ നമ്മൾ ഇതുവരെ ആർജിച്ച വാമൊഴി പാരമ്പര്യങ്ങൾ, അത് വാമൊഴി വഴക്കങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ സ്ക്രിപ്റ്റ് സെൻട്രിക് ആയിട്ടുള്ള എല്ലാ സിസ്റ്റവും ഈ പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമുക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല, കഴിയേണ്ടതുണ്ട്, ഒരുപാട് കാലമെടുക്കും. വലിയ ആസൂത്രണം ഇതിലേക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇനി അപ്പോ ഭാഷയെ നമ്മൾ സാങ്കേതികമായി പരുവപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ ആകെ ഇതുവരെ വിജയിച്ചു എന്ന് പറയാവുന്നത് നമ്മൾ ഈ പറയുന്ന അക്ഷരം മലയാളം ടൈപ്പ് ചെയ്താൽ കൃത്യമായിട്ട് മൊബൈലിലും ഇതിലും ഒക്കെ വരും എന്നുള്ള അപ്പോൾ ആ ടൈപ്പിംഗ് ഇഷ്യൂ അല്ലെങ്കിൽ ലിപിപരമായിട്ടുള്ള സാങ്കേതിക ഇണക്കം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും യന്ത്രവിവർത്തനത്തിലേക്കുള്ള വഴിയൊന്നും ഒരുക്കാനോ വലിയ രീതിയിലുള്ള വലിയ കോർപ്പസുകൾ സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇനി വരും കാലങ്ങളിൽ ഈ പറയുന്ന പെട്ടെന്ന് എല്ലാ ലോകത്തെ എന്ത് ജ്ഞാനവും നമ്മളിലേക്ക് എത്താനും നമുക്ക് തിരിച്ച് നമ്മുടെ ജ്ഞാനം അങ്ങോട്ട് എത്തിക്കാനും ഒക്കെ ആയിട്ടുള്ള ഈ ലാംഗ്വേജ് ആസ് എ ടൂൾ, ആസ് എ വെഹിക്കിൾ എന്നുള്ള ആ നിർവചനത്തിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ മലയാള ഭാഷ ടെക്നോളജിയുമായിട്ട് അല്ലെങ്കിൽ സാങ്കേതികതയുമായിട്ട് ഒത്തിരി ഇണങ്ങിച്ചേരേണ്ടതുണ്ട്. അതിലേക്കുള്ള ഘടനാപരമായിട്ടുള്ള ഒട്ടേറെ മേഖലകൾ ഇനിയും
നമുക്ക് കടന്നെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ അത് ആ നിലയ്ക്ക് നമ്മൾ നോക്കിയാൽ നമ്മുടെ ഒരു ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത്, ഈ ഡിജിറ്റൽ ലിറ്ററസി, ഡിജിറ്റൽ ഡിവൈഡ് എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഈ ഡിജിറ്റൽ സാക്ഷരത എന്നുള്ളത് കൊണ്ട് ഒരർത്ഥത്തിൽ അത് ആ ടെക്നോളജി ഉപയോഗിക്കാൻ അറിയാമോ ഇല്ല എന്നുള്ളതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡിജിറ്റൽ വിഭവങ്ങളുടെ അല്ലെങ്കിൽ ആ നമ്മുടെ ഭാഷയെ ടെക്നോളജിയുമായിട്ട് എത്രത്തോളം ഇണക്കി ചേർത്തു എന്നതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ ഈ പ്രശ്നത്തിലേക്ക് നമ്മൾക്ക് ഇതിൽ വരാതെ നമുക്കൊരിക്കലും ഈ കോർപ്പറേറ്റ് ക്യാപിറ്റലിസം പറയുന്ന ഡിജിറ്റൽ വൈജ്ഞാനിക സമൂഹം അല്ലെങ്കിൽ നോളജ് സൊസൈറ്റി എന്ന് പറയുന്ന ആശയത്തിലേക്ക് കടക്കാൻ കഴിയില്ല. അപ്പോ അതില് വളരെ കൃത്യമായിട്ടുള്ള നമ്മുടെ സ്പോക്കൺ കോർപ്പസുകൾ, നമ്മുടെ എല്ലാ തരത്തിലുള്ള വാമൊഴി വഴക്കങ്ങളും അത് നോളജാണ്. ആ നോളജിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും അതിനെ എത്തിക്കാനും ഒക്കെ കഴിയുന്ന ഒരു വ്യവസ്ഥയിലേക്ക് വരണം. അതുപോലെ നമ്മുടെ അറിവ് തിരയാനുള്ള ഇത് ലോക്കലൈസേഷൻ എന്ന് പറയുന്ന ഒരു സാങ്കേതിക പദമാണ് സാധാരണ ഇതിന് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു ഒരു സാങ്കേതികതയെ മലയാള സന്ദർഭത്തിലേക്ക് ഇണക്കി ചേർക്കുക, അതിനാണ് ലോക്കലൈസേഷൻ എന്ന് കമ്പ്യൂട്ടർ സയൻസുകാരൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഈ മറ്റുള്ള ഒരാളിന്റെ കോഗ്നിറ്റീവ് ഘടന, അതായത് ഈ അറിവുൽപാദന ഘടന അല്ലെങ്കിൽ ധിഷണാബോധം അല്ലെങ്കിൽ ധൈഷണിക അടിസ്ഥാനം അല്ല മലയാളിയുടേത്. മലയാളിയുടെ ധൈഷണിക ബോധം എന്താണെന്ന് നമുക്ക് അറിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഈ ലാംഗ്വേജ് ഇക്കോളജി എന്താണെന്ന് മനസ്സിലാക്കണം. ഒന്നിൽ നിന്ന് വേറൊന്നിലായിട്ട് തൊട്ട് ഏറ്റവും മൈക്രോകോസം എന്ന് പറയുന്ന ആൽഗെ മുതൽ നിൽക്കുന്ന മഹാവൃക്ഷം വരെയുള്ള അല്ലെങ്കിൽ ഫ്ലോറയും ഫോണയും സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും അതുപോലെ പ്രകൃതി കോസ്മോളജിയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു വ്യവസ്ഥ. ഇത് ആകെ മലയാള സന്ദർഭത്തിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഗുണ്ടത്തിന്റെ ഡിക്ഷണറിയാണ് മലയാളിയുടെ കോഗ്നിറ്റീവ് വെബിനെ കുറിച്ച്, അല്ലെങ്കിൽ മലയാളി എങ്ങനെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കിയത്. മാവ് എന്ന് പറയുമ്പോൾ ഒരു തരം മാവല്ല, പലതരം മാവ്. അങ്ങനെ ഈ പലമയെ ഉൾക്കൊള്ളുന്ന ഒരു കോഗ്നിറ്റീവ് ഫ്രെയിം മലയാളിക്കുണ്ട്. അപ്പോൾ ആ മലയാളിയുടെ കോഗ്നിറ്റീവ് ഫ്രെയിമിൽ ഉണ്ടായ ജ്ഞാനവ്യവസ്ഥകളെയാണ് നമ്മൾ ഈ പറയുന്ന. അപ്പോൾ ഇന്ന് നമ്മൾ വേർഡ്നെറ്റ്, പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയ വേർഡ്നെറ്റിനെ പലപ്പോഴും ഹിന്ദിയിലേക്കും അവിടെ നിന്ന് മലയാളത്തിലേക്കും ഒക്കെ ഇക്വലൻസ് ഉപയോഗിച്ചുകൊണ്ട്, അങ്ങനെയല്ല, ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ ഒരു ജീനിയസ് ഉണ്ട്. ആ മലയാള ഭാഷയുടെ ജീനിയസ് എന്ന് പറയുന്നത് വളരെ മൾട്ടിപ്പിൾ ഓറിയന്റഡ് ആയിട്ടുള്ള വിവിധ അടരുകൾ ചേർന്നിട്ടുള്ള ഒരു ഓറിയന്റേഷനാണ്. ഈ ഓറിയന്റേഷനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് ആണ് നമുക്ക് ആവശ്യം. എന്നാൽ മാത്രമേ ഈ പറയുന്ന നോളജ് ഉൽപാദനം, അതായത് നോളജ് എന്ന് പറയുന്ന ഒരിക്കലും ഉപഭോക്താവ് എന്ന നിലയിലല്ല, ഉൽപാദകൻ എന്ന നിലയിൽ മലയാളിക്ക് വളരണമെങ്കിൽ ഈ പറയുന്ന മലയാളിയുടെ കോഗ്നിറ്റീവ് സ്പേസസിനെ കുറിച്ചുള്ള അറിവുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ ശേഷിയെക്കുറിച്ചും ഡിജിറ്റൽ വിഭവശേഷിയെക്കുറിച്ചും വലിയ തോതിലുള്ള ചർച്ചയും വലിയ തോതിലുള്ള ഇടപെടലുകളും വലിയ രീതിയിലുള്ള ആസൂത്രണവും മലയാളിക്ക് ആവശ്യമായിരിക്കുന്നു, മലയാള ഭാഷയ്ക്ക് ആവശ്യമായിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുതൽ അങ്ങോട്ട് മലയാള ഭാഷയ്ക്ക് അതിൻ്റെ വിഭവശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ വിനിമയശേഷി ഉയർത്താനും അതിലേറെ യന്ത്രതർജ്ജിമ പോലുള്ള ലോകം കാത്തിരിക്കുന്ന ലോക ഭാഷകളും ലോക ജനതയുമായി മലയാളിക്ക് സ്വത്വബോധത്തോടുകൂടി ഇടപെടാൻ കഴിയുന്ന ഈ ഒരു ടെക്നോളജിക്കൽ പ്ലാറ്റ്ഫോമിനെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ മലയാളം വളരണം. അപ്പോൾ ഈ വിഭവശേഷി, ഡിജിറ്റൽ വിഭവശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇന്നത്തെ കോർപ്പറേറ്റ് ക്യാപിറ്റലിസ്റ്റ് ഐഡിയ ആയ നോളജ് സൊസൈറ്റി, അവിടെ നോളജ് അവർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. അത് വാങ്ങലാണോ, അതോടൊപ്പം തന്നെ നമ്മുടെ നോളജ്, നമ്മൾ ആർജിച്ച അറിവുകളെ വിറ്റഴിക്കാനും കൂടെ മലയാളിക്ക് ശ്രമിക്കണ്ടേ എന്നുള്ളതാണ്. അപ്പോൾ ഒരു റെസിപ്രോക്കൽ ആയിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ അതിന് റെസിപ്രോക്കലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡെമോക്രറ്റൈസേഷൻ ഓഫ് നോളജ് സിസ്റ്റംസ് എന്ന രീതിയിൽ മലയാള ഭാഷ അല്ലെങ്കിൽ മലയാളത്തിന്റെ അതിരുകൾ നമുക്ക് വികസിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം സാറേ. നമസ്കാരം. വളരെ ആലോചനാമൃതമായ നിരവധി നിരീക്ഷണങ്ങൾ സാറ് ഇവിടെ സൂചിപ്പിച്ചു. ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ആദ്യം സംസാരിക്കുന്നത് ഡോക്ടർ RVN ദിവാകരൻ മാഷാണ്.
അദ്ദേഹം 15 മിനിറ്റ് എടുത്ത് ആ വിഷയത്തോട് പ്രതികരിക്കും. തുടർന്ന് 15 മിനിറ്റ് നമ്മുടെ സെയ്ദ് അലവി മാഷ് സംസാരിക്കുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ താല്പര്യമുള്ളവര് അവിടെ മെസ്സേജ് അയക്കാം. ഏറ്റവും അവസാനം ശ്രീനാഥൻ മാഷ് മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് ഒരു മറുപടി പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വളരെ ഗൗരവത്തോടെയാണ് പലരും ഈ സെമിനാറിനെ കാണുന്നത് എന്നറിയുന്നതിൽ സന്തോഷം. ദിവാകരൻ മാഷോട് സംസാരിക്കാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട എ ഉണ്ണികൃഷ്ണൻ സർ, അദ്ദേഹത്തിന് ഈ റിട്ടയർമെന്റ് വേളയിൽ എല്ലാ ആശംസകളും ഞാൻ ആദ്യം തന്നെ നേരുകയാണ്. ശ്രീനാഥൻ മാഷ് വളരെ വളരെ വിപുലമായി നമ്മുടെ ഭാഷാശേഷി അതെങ്ങനെയാണ് നമ്മളൊരു ഒരു ഒരു വിജ്ഞാന സമൂഹം എന്നുള്ള രീതിയിൽ ജ്ഞാനം ഇറക്കുമതി ചെയ്യുന്ന ഒരു ഉപഭോക്തൃ സമൂഹമായിട്ട് എങ്ങനെയാണ് മാറിയത്, അതിൻ്റെ വളരെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് അദ്ദേഹം സംസാരിച്ചു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ കാലത്തും ഒരു വിവർത്തന സമൂഹമായിട്ട് നിന്നാൽ മതിയോ, എങ്ങനെ നമ്മുടെ അറിവുകളെ നമുക്ക് വിൽപ്പനയ്ക്ക് വെക്കാൻ പറ്റും, എപ്പോഴും വാങ്ങുന്ന ഉപഭോഗം ചെയ്യുന്ന ഒരു സമൂഹം മാത്രമായിട്ട് നിന്നാൽ പോരാ എന്നുള്ള വളരെ പോസിറ്റീവായ വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു വിഷയമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ആദ്യം തന്നെ പറഞ്ഞ എനിക്ക് വളരെ ഇഷ്ടമായ ഒരു സാധനം, ഈ നമുക്കൊരു ബഹുഭാഷാ സംസ്കൃതി, ഒരു ഇൻക്ലൂസീവ് സ്വഭാവം ഉണ്ട് എന്നുള്ളതാണ്. ഈ ശക്തമായ ഒരു വർണ്ണ വ്യവസ്ഥയെ വെച്ചിട്ടാണ് മാഷ് അത് തുടങ്ങിയത്. ഇപ്പോ ഇന്ന് നമ്മൾ പലതരം പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെയൊക്കെ പേരിൽ നമ്മൾ നിരാകരിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ തള്ളിപ്പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഝ എന്നുള്ള അക്ഷരം വേണോ, എന്തിനാണ് ഈ സാധനം, ഝാൻസി റാണിക്ക് മാത്രം വേണ്ടിയിട്ട് ഈ അക്ഷരം ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇറിനെ പറ്റിയിട്ടുള്ള ഒരുപാട് തമാശയുണ്ട്, ഇറ് എന്നുള്ള ആ സ്വരത്തെക്കുറിച്ച്. ഇത്തരം തമാശകളിലൂടെയൊക്കെ നമ്മൾ സത്യത്തിൽ നമ്മൾ ഈ വളരെ വളരെ ശക്തമായ ലോകത്തെ ഏതു ഭാഷയോടും കിടന്നിക്കാൻ ശേഷിയുള്ള, മാഷ് പറഞ്ഞ പോലെ ഇംഗ്ലീഷിനേക്കാൾ ശേഷിയുള്ള ഈ ഒരു വർണ്ണ വ്യവസ്ഥയാണ് ഒരർത്ഥത്തിൽ നമ്മൾ നിരാകരിക്കാൻ ശ്രമിക്കുന്നത്. അതെങ്ങനെ ഒരു ഹൈബ്രിഡായി നമ്മൾ പലതരം ഭാഷകളിൽ നിന്നുള്ള ഇൻപുട്സ് ഉപയോഗിച്ച് മലയാളം എങ്ങനെ ഇത്രയും ശക്തമായിട്ട് വളർന്നു. അപ്പോൾ ആ ചരിത്രമൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ താൽക്കാലികമായിട്ട് ഒരു ടൂൾ ബോക്സ് നോക്കിയിട്ടേ, ഒരു വലിയൊരു ടൂൾ ബോക്സ് കണ്ടിട്ട് എനിക്ക് ഈ സ്ക്രൂ ഡ്രൈവർ മാത്രം മതി, ബാക്കി മുഴുവൻ കളഞ്ഞോളൂ എന്ന് പറയുന്നതിന് തുല്യമാണ് ആ സാധനം. എനിക്ക് വേണ്ട എന്നുള്ളത് കൊണ്ട് അതൊന്നും ആവശ്യം ഇല്ലാത്ത സാധനമാണെന്ന് പറയുന്ന വളരെ ഉപകരണാത്മകമായ യുക്തിയിലാണ് പലപ്പോഴും സംസാരിച്ച് കണ്ടിട്ടുള്ളത്. മാഷ് അത് വളരെ ഭംഗിയായി ആ ഇൻക്ലൂസീവ് സ്വഭാവത്തെ പറ്റി, മലയാളത്തിന്റെ ഇൻക്ലൂസീവ് സ്വഭാവത്തെ പറ്റി, ഇനി എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ മേഖലയിൽ എങ്ങനെയാണ് നമുക്ക് മുന്നേറാൻ കഴിയുക എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് സംസാരിച്ചു. അത്തരം കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അധികം കൂട്ടിച്ചേർക്കാനില്ല. മാഷ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഭാഷാശേഷി എന്നുള്ളത് കൊണ്ട് ഞാൻ ആദ്യം ഈ വിഷയം കേട്ട സമയത്ത് ഉദ്ദേശിച്ചത്, മാഷ് ആദ്യം തന്നെ പറഞ്ഞു, അത് ഒരു ഭാഷയുടെ തനതായിട്ടുള്ള ശേഷി, ഭാഷയ്ക്ക് എത്രത്തോളം ലിംഗ്വിസ്റ്റിക് എബിലിറ്റി എന്നുള്ള രീതിയിൽ ഭാഷയ്ക്ക് എത്രത്തോളം ശേഷിയുണ്ട്. മാഷ് ഊന്നിയത് ഭാഷാ സമൂഹം എന്നുള്ള രീതിയിൽ നമുക്ക് ഭാഷാ സമൂഹത്തിന്റെ പൊതു ശേഷിയെ പറ്റിയിട്ടുള്ള അത്തരം ഒരു കാര്യങ്ങളാണ്. ഈ എഴുത്തിനെ പറ്റി പറഞ്ഞു. നമ്മൾ ആദ്യം തന്നെ ഒരു ഡിവൈഡ് ഉണ്ടാവുന്നത് സാക്ഷരരും നിരക്ഷരരുമായിട്ട് നമ്മൾ മാറുന്നത് ലിപി എന്ന് പറയുന്ന ഒരു ലിപി അധിഷ്ഠിത സമൂഹം ആയിട്ട് നമ്മൾ മാറുമ്പോഴാണ്. വാമൊഴി വ്യവസ്ഥയിൽ നിന്ന് നമ്മൾ വരമൊഴിയിലേക്ക് വരികയും എഴുതി വെച്ചാൽ മാത്രം അല്ലെങ്കിൽ അച്ചടിച്ചാൽ മാത്രം ആധികാരികമാവുന്ന തരത്തിൽ വരമൊഴിക്ക് ഒരു പ്രാമുഖ്യം കിട്ടുകയും ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു, ഭാഷാശേഷി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഡിജിറ്റൽ ശേഷിയിലേക്ക് കൂടി കടന്നു, അല്ലെങ്കിൽ വരമൊഴി നമ്മുടെ എഴുത്ത് ശേഷി എന്നുള്ള രീതിയിലേക്ക് അത് നമുക്ക് എന്തും പറയാൻ പറ്റും, പക്ഷെ എഴുത്ത് വളരെ പ്രധാനമാണ്. നമ്മളതിനെ തിരിച്ചിടാനൊക്കെ നോക്കുന്നുണ്ട്, പറഞ്ഞാൽ മതി എന്ന രീതിയിൽ. എഴുത്ത് ഒരു സെക്കൻഡറി ആക്ടിവിറ്റി ആയിട്ട്, അല്ലെങ്കിൽ എഴുത്ത് ശേഷി അപേക്ഷിച്ച് നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമെങ്കിൽ, ഈ പറഞ്ഞ് ഫലിപ്പിക്കലും ഒരർത്ഥത്തിൽ എഴുതി ഫലിപ്പിക്കലും, ഇത് രണ്ടും നമ്മുടെ മറ്റൊരു തരത്തിലുള്ള നമുക്ക് എത്രത്തോളം ഭാഷ നമുക്ക് വഴങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ARന്റെ പഴയ ഒരു ഉദാഹരണമുണ്ട്. ഈ വീണ നന്നായിട്ട് വായിക്കാൻ അറിയുന്ന ഒരാൾക്ക് പരിശീലനം കൂടാതെ വായ്പാട്ട് പാടാൻ പറ്റുമോ, അല്ലെങ്കിൽ നന്നായിട്ട് വോക്കൽ പാട്ട് പാടുന്നൊരു കക്ഷിക്ക് പ്രത്യേക പരിശീലനം കൂടാതെ വീണ വായിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചില ഉപമകൾ വളരെ മുൻപ്, ഒരു നൂറ്റാണ്ടിന് മുൻപ് പറയുന്നുണ്ട്. ഇത് എഴുതി അല്ലെങ്കിൽ പരിശീലനത്തിലൂടെ മാത്രം ആർജിച്ചെടുക്കേണ്ട, പഠിച്ചെടുക്കേണ്ട ഒരു ശേഷി
ആണ് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്നതല്ല. ഭാഷാർജനത്തിൽ ഈ എഴുത്ത് ശേഷിപ്പെടുന്നില്ല. അത് എപ്പോഴും ഒരു പഠിച്ചെടുക്കേണ്ട ഒരു ആക്ടിവിറ്റി ആണ് എന്നുള്ളതാണ്. പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ ശേഷിക്കുറവിനെ പറ്റി എല്ലാ കാലത്തും പല പണ്ഡിതരും പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷിലുള്ള അത്രയും ശേഷി നമുക്കുണ്ടോ? പുതിയ പുതിയ വ്യവഹാരങ്ങളെ സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ പുതിയ സയൻസ് എഴുതാനുള്ള ശേഷി നമുക്കുണ്ടോ എന്നുള്ളതിനെ പറ്റി ഇപ്പോൾ ഡോക്ടർ കെ ഭാസ്കരൻ നായരെ പോലുള്ള വലിയ പ്രമുഖരൊക്കെ അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്രയും ശേഷിയുണ്ടോ? ജോർജ് മാത്തൻ പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ. മാരാർ ഇതിനെപ്പറ്റി പറയുന്നൊരു കാര്യം, ഭാഷയ്ക്ക് ശേഷിയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ ഇരിക്കട്ടെ, ഭാഷയ്ക്കുള്ള ശേഷി മുഴുവൻ നമുക്കുണ്ടോ, നമുക്ക് അധീനമാണോ എന്നുള്ള വലിയൊരു ചോദ്യം ഇതിനൊരു ലാങ്ങായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ആ വ്യവസ്ഥയ്ക്കുള്ള മുഴുവൻ ശേഷിയും ആ സോഫ്റ്റ്വെയറിനുള്ള മുഴുവൻ സാധ്യതകളും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് ഉണ്ടോ എന്നുള്ളത്. അപ്പം നമ്മൾ പറയുന്ന മുഴുവൻ നമ്മുടെ വ്യക്തിപരമായ പരിമിതി ആയിരിക്കാം. ചിലപ്പോൾ നമുക്ക് അത്രത്തോളം ശേഷി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അത് ഭാഷയുടെ ശേഷിയായിട്ട് നമ്മുടെ വ്യക്തിപരമായ പരിമിതി നമ്മൾ മാറിപ്പോകുന്നുണ്ട് പലപ്പോഴും. ഭാഷയുടെ ശേഷിയാണോ എന്നുള്ള ഒരു രീതിയിൽ. പിന്നെ സാഹചര്യങ്ങൾ, നേരത്തെ മാഷ് പറഞ്ഞ പോലെ തനത് അറിവുകൾ, നമ്മുടെ തന്നെ ഇപ്പൊ കൃഷിയെ പറ്റിയിട്ട് കടലറിവുകളെ കുറിച്ച് മാഷ് വളരെ വിശദമായിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ ധാതു സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട കാടറിവുകൾ, പലതരം കളികൾ, ഒരുപാട് കളികൾ, നമ്മുടെ തദ്ദേശീയമായ ഒരുപാട് കളി. ഈ കളിയിലുള്ള മുഴുവൻ പദങ്ങൾ, ഇപ്പൊ ഫുട്ബോളോ ക്രിക്കറ്റോ എടുത്താൽ മുഴുവൻ സാങ്കേതിക പദങ്ങൾ നമ്മൾ ഇംഗ്ലീഷിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടുകളികളിൽ മുഴുവൻ തനി മലയാള പദങ്ങളാണ്. ഈ മലയാള പദങ്ങൾ മുഴുവൻ മറ്റർത്ഥത്തിൽ, ഇപ്പൊ വെല്ലം എന്നുള്ളൊരു വാക്ക്, എൻ്റെ നാട്ടിൽ ശർക്കരയ്ക്ക് പറയുന്ന പേരാണ് വെല്ലം. ഈ വെല്ലം എന്നുള്ളതൊരു കളിയിലെ ഒരു സാങ്കേതിക പദമാണ്. അതവിടെ സാങ്കേതിക പദമായിട്ടിരുന്നുള്ളൂ. കളിയുടെ സന്ദർഭത്തിൽ വെല്ലം സാങ്കേതിക പദമാണെന്ന് നമുക്കറിയാം. ഇപ്പൊ ഫുട്ബോളിൽ ഓഫ് എന്ന് കേട്ടാൽ നമ്മൾ സ്വിച്ച് ഓൺ ആക്കി ഓഫാക്കുകയും ചെയ്യുന്ന ഓഫ്, പലതരം ഓഫുകളെ കുറിച്ച് നമുക്കറിയാം. പക്ഷേ ഫുട്ബോളിലെ ഓഫ് വേറെ നടന്ന് നമുക്കറിയാം ആ കളിയുടെ സന്ദർഭത്തിൽ. അപ്പം നമ്മൾ സാധാരണ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കിന് തന്നെ സാങ്കേതിക പദമായിട്ട് ഇരിക്കാനുള്ള കഴിവുണ്ട്. നമുക്ക് ആ മനോഭാവം നമുക്കുണ്ട്. സത്യത്തിൽ നമ്മളിന്ന് മനസ്സിലാക്കാതെ പോകുന്നത് നമുക്ക് നേരത്തെ ഉള്ളതുമായിട്ടുള്ള. പിന്നെ വാസ്തുവിദ്യയെ സംബന്ധിച്ചു, അല്ലെങ്കിൽ ആശാരിപ്പണി പോലുള്ള അത്തരം തത്വശാസ്ത്രത്തെ പറ്റിയിട്ട്, അളവ് തൂക്ക വ്യവസ്ഥയെ പറ്റിയിട്ട്, ആയുർവേദം പോലുള്ള ഒരുപാട് ചികിത്സാ പദ്ധതികൾ, വളരെ എളുപ്പത്തിലുള്ള ഉദാഹരണം പറഞ്ഞാൽ അലങ്കാരം വൃത്തം പോലുള്ള സംഗതികൾ, ഇതിനകത്ത് മുഴുവൻ ടെക്നിക്കൽ ടേംസ് ആണ്. പുഷ്പിതാഗ്ര എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ പുതിയ നമ്മളിപ്പോൾ സാങ്കേതിക പദ നിർമ്മിതിയിൽ നമ്മൾ പറയും വളരെ ലളിതമായ വാക്കുകൾ ഉപയോഗിക്കണം. നേരിട്ട് പച്ച മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ കൊഥനാങ്കം പാടില്ല, തിളനില മതി എന്നുള്ള മട്ടിൽ നമ്മളതിനെ ലൈറ്റാക്കാനൊക്കെ ശ്രമിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, ഈ വസന്തതിലകം എന്ന് കേട്ടാൽ എന്ത് സെൻസാണ് ഉണ്ടാവുന്നത്? വേർഡ് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ അഭിധാർത്ഥമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിന് ആരോപിച്ച അർത്ഥം മാത്രമേ ഉള്ളൂ. വളരെ ആർബിട്രറിയായി അതിന് ആരോപിക്കപ്പെട്ട അർത്ഥമാണ്. വസന്തതിലകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 14 അക്ഷരമുള്ള ഈ ഇന്ന തരത്തിലുള്ള ഒരു വൃത്തം ആണ് എന്നുള്ളത്. എല്ലാ വൃത്തമായിക്കോട്ടെ അലങ്കാരമായിക്കോട്ടെ അത്തരം പേരുകളൊക്കെ നമുക്ക് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഈ കഠിന സംസ്കൃതത്തെ നമ്മൾ ആശ്രയിക്കുന്നു, അത് വേണ്ട. കാരണം പഴയകാലത്ത് പദനിർമ്മിതിക്കൊക്കെ സംസ്കൃതത്തെ ആശ്രയിച്ചത്, പ്രത്യേകിച്ച് മലയാളത്തിന് മാഷ് പറഞ്ഞ പോലെ മലയാളം സംസ്കൃതത്തെ കൂടി ഉൾക്കൊണ്ട് വളർന്ന ഒരു ഭാഷ എന്നുള്ള നിലയ്ക്കും, പിന്നെ ഒരു പാൻ ഇന്ത്യൻ, മറ്റ് ഭാഷകളിലേക്കൊക്കെ മറ്റു ഭാഷയിലൊക്കെ സ്വീകാര്യമാവുന്ന ഒരു പാൻ ഇന്ത്യൻ ഒരു സാങ്കേതിക പദ നിർമ്മിതിക്കുള്ള ഒരു സൗകര്യമായിട്ടാണ് നമ്മൾ സംസ്കൃതത്തെ നമുക്കും കൂടി വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന മട്ടിൽ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള മേഖലയിലുള്ള എത്രയോ വാക്കുകൾ, പര, പശ്യന്തി. ഇപ്പൊ ചട്ടമ്പിസ്വാമികളുടെ കൃതികൾ വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് പരയും പശ്യന്തിയും സ്വരിതവും കൽപ്പവും രസവും ധ്വനിയും പ്രണവം, ഇപ്പോൾ കുണ്ടലിനി, സഹസ്രാരപത്മം, മുക്തി, പുരുഷൻ, ശക്തി, ഇതൊക്കെ ടെക്നിക്കൽ ടേംസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിനൊക്കെ എത്രയോ ആരോപിതമായ അർത്ഥം. ശക്തി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സെൻസിലല്ല ഒരു കാവ്യശാസ്ത്രത്തിലോ അല്ലെങ്കിൽ ആത്മീയ മേഖലയിലോ ശക്തി എന്ന് ഉപയോഗിക്കുന്നത്. അതിനൊക്കെ ഇപ്പം വളരെ വിചിത്രമായ വാക്കുകൾ നമ്മൾ കേട്ടതായിരിക്കും. അവിവക്ഷിതാന്യപരവാച്യധ്വനി എന്നൊരു വാക്ക്, അല്ലെങ്കിൽ അജഹൽ ലക്ഷണ. ഇത്തരം വാക്കുകളെയൊക്കെ നമ്മൾ ഒരു സവിശേഷമായ അർത്ഥം കൊടുത്ത് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പക്ഷെ ഇത് നമുക്ക് സയൻസിന്റെ കാര്യത്തിൽ സ്വീകരിക്കാൻ വലിയ ബുദ്ധിമുട്ട് വരും. സയൻസിൽ ഇത്തരം പദനിർമ്മിതി എല്ലാം പച്ചവെള്ളം പോലെ കേരളവർമ്മ പണ്ട് പറഞ്ഞ പോലെ ശുദ്ധജലപ്രായത്തിൽ കിട്ടിക്കൊള്ളണം എന്നുള്ളൊരു വാശി നമുക്ക് അതിനകത്തുണ്ട്. അപ്പൊ നവീന ശാസ്ത്ര വ്യവഹാരങ്ങളെ മലയാളത്തിലേക്ക് ഇണക്കാനുള്ള ശ്രമം, അപ്പൊ നമ്മുടെ വലിയൊരു ഊർജ്ജം ചെലവാകുന്നത് ഇതിനെ പച്ച മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. സത്യത്തിൽ ആ വാക്കുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് അതിനുള്ള വാക്കുകൾ ഉണ്ടാവും. അപ്പൊ ഈ ടെക്നോളജി എവിടെ നിന്ന് വന്നായാലും ശരി, എങ്ങനെയായാലും ശരി, നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പദങ്ങൾ അതേപടി ഉപയോഗിച്ച ഈ ഒരു രണ്ടാമതൊരു വിവർത്തനത്തിന്റെ, ഇപ്പൊ ഒരു വിവർത്തനം പഠിച്ചു വെക്കുന്നു, സത്യത്തിൽ അതിന്റെ
ഒറിജിനൽ വാക്ക് ഏതാണ്, ഇംഗ്ലീഷിലാണോ ലാറ്റിനാണോ, അതുകൂടി പഠിച്ചു വെക്കണം. ആ ഇരട്ടി നഷ്ടം സത്യത്തിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ആ ഒറിജിനൽ പദം തന്നെ നമ്മൾ ഉപയോഗിക്കാവുന്നതാണ്. ആ മട്ടിൽ നമുക്കൊരു വിവർത്തിത സമൂഹമായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും പുതിയ ഒരു ലോക പരിചയം, വളരെ മാധ്യമത അത്രയും കൂടിയ ഒരു സമയത്ത് ആ മട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഭാഷയെ, മാഷ് പറഞ്ഞ ഭാഷയെ സജ്ജമാക്കുന്ന ഒരു രീതി, പുതിയ കാലത്തെ ഒരു ഡിജിറ്റൽ, മലയാളത്തിൽ ഇന്ന് വരെ എഴുതപ്പെട്ട മുഴുവൻ സാധനങ്ങളും സത്യത്തിൽ എഴുതപ്പെട്ടതും പറയപ്പെട്ട നിവൃത്തിയില്ല, കഴിഞ്ഞുപോയ എയറിൽ പോയ കാര്യങ്ങൾ നിവൃത്തിയില്ല. മറിച്ച് അത്രയും വലിയൊരു റിട്ടൺ ഓറൽ അത്രയും ഒരു കോർപ്പസ് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് സത്യത്തിൽ. ഇപ്പോഴും നമുക്ക് നല്ലൊരു സ്പെൽ ചെക്ക് പ്രോഗ്രാം ഇല്ല. അപ്പോൾ ഈ സ്റ്റാൻഡർഡൈസേഷൻ വീണ്ടും വരും. നമ്മൾ അതിന്റെ മുകളിൽ എത്ര ജനാധിപത്യം പറയുന്നതിനനുസരിച്ച് സാധനം ലൂസായിട്ട് പോവുകയാണ് ചെയ്യുക. ഇല്ലെങ്കിൽ അത്തരം വാക്കുകളെ മുഴുവൻ, നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്ന മുഴുവൻ വാക്കുകളെയും ശരി ആയി എണ്ണുന്ന വിധത്തിലുള്ള ഒരു നല്ലൊരു സ്പെൽ ചെക്ക്, നല്ലൊരു ഗ്രാമർ ചെക്ക് പോലുള്ള സാധനം വേണം. പിന്നെ കമ്പ്യൂട്ടർ വിവർത്തനത്തിലേക്ക് അതിന് സജ്ജമാക്കാൻ നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ വളരെ ശക്തമായ ഒരു വലിയ പാരലൽ കോർപ്പസ് ഉണ്ടാവണം. ഒന്നിന്റെ തന്നെ വിവർത്തനം ചെയ്യപ്പെട്ട ഡാറ്റയും അതിന്റെ മൂല, അത് ഇംഗ്ലീഷ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹിന്ദി ആണെങ്കിൽ അതിന്റെ ഒരു കോർപ്പസും, ഈ രണ്ട് പാരലൽ കോർപ്പസ് ഉണ്ടെങ്കിൽ ഒരർത്ഥത്തിൽ ഈ കോർപ്പസ് അധിഷ്ഠിത വിവർത്തനത്തിന് ഒരുപാട് സഹായിക്കുകയും ചെയ്യും. അപ്പൊ എന്തായാലും അത് മുഴുവൻ ഡിജിറ്റൈസ് ചെയ്യുക എന്നുള്ള വലിയൊരു പ്രക്രിയയിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. പുതിയ കാലത്ത് ഇപ്പോൾ മാഷ് അവസാനം സൂചിപ്പിച്ചു, ഇപ്പൊ വേഡ്നെറ്റ് പോലുള്ള, ഇപ്പൊ കുസാറ്റ് ഒരു മാതൃക ഉണ്ടായി. ഞാൻ അതിനെക്കുറിച്ചൊരു ലേഖനം എഴുതിയിരുന്നു. കുസാറ്റിന്റെ ഒരു വേഡ്നെറ്റ് ഉണ്ട്. 10,000-25,000 പദങ്ങളാണ് അതിനകത്ത് ഉള്ളത്. അത് പിന്നെ ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു 4-5 വർഷം 5-6 വർഷം മുമ്പുള്ള ഒരു സംഭവമാണ്. ഏതാണ്ട് നമ്മുടെ അമരകോശത്തിന്റെ ഒക്കെ ഒരു സ്ട്രക്ചറിൽ ഉള്ളൊരു ആശയലോകം, ഒരു ആശയത്തിൽ നിന്ന് പല ആശയങ്ങളിലേക്കും പോകാവുന്ന മട്ടിലുള്ള വേഡ്നെറ്റിന്റെ, നേരത്തെ മാഷ് പറഞ്ഞ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ വേഡ്നെറ്റിന്റെ ആ ഘടനയിൽ നമുക്ക് ഒരു ചെറിയൊരു നിഘണ്ടുണ്ട്. ആ മേഖലയിൽ നമുക്കത് വളരെയധികം വിപുലപ്പെടുത്താനും അതിന്റെ ഹൈപ്പർനെയിമും ഹൈപ്പോണിമും ഒക്കെ ആയിട്ട് മേലെയും കീഴുമുള്ള അത്തരം അർത്ഥങ്ങളെ മുഴുവൻ, അർത്ഥമണ്ഡലത്തെ മുഴുവൻ അണിനിരത്തുന്ന മട്ടിലുള്ള വേഡ്നെറ്റ് അത്തരം ഒരു നിഘണ്ടുക്കൾ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഈ OCR പോലുള്ള ടൂളുകൾ, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒരർത്ഥത്തിൽ ഗുട്ടൻബർഗിന്റെ മൂവബിൾ ടൈപ്പ് വിപ്ലവം പോലെ തന്നെ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിപ്ലവമാണ് നമ്മുടെ OCR. നമ്മൾ കൈകൊണ്ട് എഴുതിയാൽ അത് ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ ഡിജിറ്റൽ ടെക്സ്റ്റ് ആക്കി മാറ്റുകയും ചെയ്യുന്ന OCR ടൂള്, ഹാൻഡ് റൈറ്റിംഗ് ടൂളുകൾ. അതുപോലെ തന്നെ ഇപ്പോൾ ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ചൊക്കെയാണ് ഞാനിപ്പോൾ അത് സ്കാൻ ചെയ്യുകയൊക്കെ ചെയ്യാറ്. സാധാരണ ഒരു അച്ചടി പേജിനെ വീണ്ടും റണ്ണിങ് മാറ്റർ ആക്കി മാറ്റാനുള്ള ഒരു ടൂളുകൾ, അത്തരം ഒരുപാട് ടൂളുകൾ നമ്മൾ വികസിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ ഈ പറഞ്ഞ തനതാക്കൽ എന്നുള്ള ഉൾക്കൊള്ളൽ എല്ലാ ഭാഷയിൽ നിന്നുമുള്ള, ഇപ്പോൾ AR പറയുന്നൊരു ഉദാഹരണം, സമുദ്രത്തിലേക്ക് നദി വരുന്നത് പോലെയാണ്. സമുദ്രം സ്വയം പൂർണ്ണമായിട്ട് നിൽക്കുമ്പോഴും എവിടുന്ന് വരുന്ന നദിയോടും അത് വേണ്ടാന്ന് പറയുന്നില്ല. എല്ലാ നദികളും സമുദ്രത്തിലേക്ക് വീണ്ടും ചേരുന്നു. സ്വയം പൂർണ്ണമായിരിക്കുന്ന സമുദ്രത്തിൽ വീണ്ടും വീണ്ടും ഈ പൂർണ്ണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മട്ടില്ല. അതുപോലെ നമ്മുടെ ഭാഷ എത്രത്തോളം സജ്ജമായാലും അതിലേക്ക് അന്യഭാഷാ പദങ്ങളെ അത്രത്തോളം സ്വീകരിക്കാൻ, ഇപ്പൊ പുതിയ കാലത്ത് ഒരുപാട് ഇപ്പൊ ആനിമെ പോലുള്ള സാധനങ്ങളിലൂടെ, സീരീസുകളിലൂടെ കൊറിയൻ ഭാഷയൊക്കെ അറിയാവുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ, നമ്മൾ ഒരിക്കലും നമ്മൾ പഠിച്ചെടുക്കുമെന്ന് വിചാരിച്ചിട്ടില്ലാത്ത കൊറിയൻ പോലുള്ള ഭാഷകൾ, അങ്ങനെ വളരെ തുറവിയുള്ള എല്ലാ ഭാഷകളെയും ഇങ്ങനെ ഉൾക്കൊണ്ട് വളരാൻ ശേഷിയുള്ള ഒരു തുറവിയുള്ള, തനതാക്കാൻ ശേഷിയുള്ള ഒരു സമൂഹം എന്നുള്ള രീതിയിൽ ഈ മാഷ് അവസാനിപ്പിച്ച എടുത്ത് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, പുതിയ ഈ ഡിജിറ്റൽ മേഖലയിലുള്ള നമ്മുടെ ശക്തമായ ഇടപെടൽ, നമ്മളെ ഭാഷ പഠിക്കുന്ന, മലയാളം പഠിക്കുന്ന ആൾക്കാർ ഇടപെടാത്ത, കമ്പ്യൂട്ടർ മേഖലയിൽ വിദഗ്ധർ മാത്രം പോകുന്ന, നമുക്ക് ശക്തമായിട്ട് ഇടപെടാൻ സാധ്യതയുള്ള ഒരു മേഖല കൂടി ആണ് അത്. ഇപ്പോൾ തന്നെ ഓൺലൈൻ മാധ്യമങ്ങൾ പലപ്പോഴും തർജ്ജമ ചെയ്യപ്പെട്ട, കമ്പ്യൂട്ടർ വിവർത്തനം ചെയ്യപ്പെട്ട സാധനങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. അതിനകത്ത് മിക്ക കണ്ടന്റുകളും കമ്പ്യൂട്ടറിൽ നിന്ന് അതേപടി തർജ്ജമ ചെയ്തെടുക്കുന്നതാണ്. അവരാരും ഒരു മനുഷ്യന്റെ ഒരു ഇടപെടലും ഇല്ലാതെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട സാധനങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. ഇടയ്ക്ക് വായിക്കുമ്പോൾ ചില വാക്കുകളിലൊക്കെയാണ് നമുക്കൊരു കല്ലുകടി തോന്നുക, ഒരു ഇംഗ്ലീഷ് ശൈലി നമുക്ക് പിടികിട്ടും. അപ്പോൾ ഇപ്പോൾ തന്നെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് യന്ത്രവിവർത്തനം. അപ്പോൾ ആ മേഖലയിലേക്ക് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ എല്ലാ കാലത്തും ഒരു വിവർത്തന സമൂഹമായിട്ട് ഇരിക്കാതെ നമുക്ക് സ്വയം നമ്മുടെ അറിവുകളെ, നമ്മുടെ നാട്ടറിവുകളെയും നമ്മുടെ ഇതുവരെ ശേഖരിക്കപ്പെട്ട അറിവുകളെ ഒക്കെ ഡിജിറ്റൈസ് ചെയ്യാനും ലോകത്തിന് മുമ്പിൽ ഷോക്കേസ് ചെയ്യാനും പറ്റുന്ന വിധത്തിലുള്ള ഒരു ഡിജിറ്റൽ അന്തരീക്ഷം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ് എനിക്ക് മാഷോടുള്ള പ്രതികരണമായിട്ട് പറയാനുള്ളത്. താങ്ക് യു.
വളരെ കൃത്യമായിട്ട് ആ സമയം പാലിച്ചുകൊണ്ട് തന്നെ ദിവാകരൻ മാഷ് നമ്മളോട് സംസാരിച്ചു. അടുത്തതായിട്ട് 15 മിനിറ്റ് നമ്മുടെ ഈ മുഖ്യപ്രഭാഷണത്തോട് പ്രതികരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ചെറുപ്പക്കാരനായ അക്കാദമി മേഖലയിൽ ഇതിനകം തന്നെ വളരെ ശ്രദ്ധേയങ്ങളായ നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള പ്രിയ സുഹൃത്തു കൂടിയായ ഡോക്ടർ സെയ്ദ് അലവി മാഷാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു വലിയ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ പ്രവർത്തിക്കുകയാണ്. സന്തോഷത്തോടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ സെയ്ദ് അലവിയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഏറ്റവും ആദരണീയനായ ഉണ്ണികൃഷ്ണൻ സർ, പ്രിയപ്പെട്ട ശ്രീനാഥൻ മാഷ്, ദിവാകരൻ മാഷ്, പിന്നെ ഈ ഓൺലൈനിലുള്ള എല്ലാവരോടും ആദ്യം തന്നെ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് ഇങ്ങനെയൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചത്. ഇന്നത്തെ വിഷയം ഭാഷയുടെ ശേഷി ആണല്ലോ, മലയാളത്തിന്റെ ശേഷിയാണ്. അപ്പോൾ ഭാഷയുടെ ശേഷിയെ കുറിച്ച് പറയുമ്പോൾ അതുപോലെ അറിവുൽപാദനം, ഭാഷയിലുള്ള അറിവുൽപാദനത്തെ കുറിച്ചൊക്കെ ധാരാളം കൃത്യമായി കാര്യങ്ങൾ ശ്രീനാഥ മാഷ് പറഞ്ഞു. അതിനോട് പ്രതികരിച്ചതുകൊണ്ട് പലതും ദിവാകരൻ മാഷ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അപ്പൊ ഈ തനതായ അറിവില്ലാത്ത ഒരു ഭാഷക സമൂഹവും ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഒരു സമൂഹമാകുമ്പോൾ എപ്പോഴും തനതറിവുകൾ തുടർച്ചയായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് സമൂഹം തന്നെ വേണമല്ലോ. ഒരു വീട്ടിനകത്ത്, ഒരു കൂട്ടായ്മക്കകത്തൊക്കെ അനുദിനം നമ്മൾ അറിവുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പലപ്പോഴും ഓരോ സന്നിഗ്ധ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം, ഉപായം എന്ന നിലയ്ക്കാണ് നമ്മൾ അറിവുണ്ടാക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ഉപായങ്ങളാണ്. നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പൊടിക്കൈകൾ മുതൽ വലിയ വലിയ ജീവിത സമസ്യകൾക്ക് നമ്മൾ കണ്ടെത്തുന്ന ഉപായങ്ങൾ വരെ ഈ ഞാൻ അറിവിനെ ആ അർത്ഥത്തിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമൂഹവും ഏത് ഇടവും അറിവ് ഉൽപാദനത്തിന്റെ ഇടങ്ങൾ കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം എല്ലാ ജീവൽ ഭാഷയ്ക്കും ഭാഷ കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ കഴിവും എല്ലാ ശേഷിയും ഉണ്ട്. അത് മലയാളം ആയാലും ശരി, ഇംഗ്ലീഷ് ആയാലും ശരി, ഹിന്ദി, ഏത് ഭാഷയാണെങ്കിലും ശരി. അതുകൊണ്ട് തന്നെ ഈ ഭാഷയ്ക്കകത്ത് നമ്മൾ പൊതുവെ വ്യവഹരിക്കുന്ന ശ്രേഷ്ഠം അല്ലെങ്കിൽ ശുഷ്കം, പരിമിതം എന്നൊക്കെ പറയുന്ന ആ ഒരു എന്താ പറയാ ഹയറാർക്കി അല്ലെങ്കിൽ ആ ഒരു ശ്രേണി തട്ടുതട്ടാക്കി തിരിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഷാശേഷി എന്ന് പറയുന്നത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഒരാശയം സംവേദനം ചെയ്യുവാനുള്ള ഒരു ഭാഷയുടെ ക്ഷമത തന്നെയാണ് ഞാൻ അങ്ങനെയാണ് എന്നെ നോക്കിക്കാണുന്നത്. അപ്പൊ അക്കാര്യത്തില് മലയാളം എന്നല്ല മിക്കവാറും എല്ലാ ഭാഷയും സമ്പന്നമാണ്. പക്ഷേ ഈ ശേഷിയെ, വിനിമയശേഷിയെ, കാര്യക്ഷമമായ വിനിമയശേഷിയെ എപ്രകാരമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ വെബിനാറിന്റെ തന്നെ ചർച്ചാ ശീർഷകം ആലോചിക്കുക. നേരത്തെ ദിവാകരൻ മാഷ് പറഞ്ഞതുപോലെ തുടക്കത്തിൽ പറയാൻ ശ്രമിച്ചു. അത് ഭാഷാശേഷി എന്ന് ആദ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ശരിക്കും ഭാഷയിലുള്ള ശേഷി എന്നുള്ള, ഭാഷയുടെ ശേഷി എന്നതിനേക്കാൾ ഭാഷയിലുള്ള ശേഷി, നമ്മുടെ ലാംഗ്വേജ് അക്വിസിഷന്റെ അല്ലെ ഭാഷാ സമാർദ്ദനവുമായി ബന്ധപ്പെട്ട ആ ഒരു സന്ദർഭത്തിലുള്ള ശേഷിയെ കുറിച്ചായിരിക്കും സംസാരിക്കേണ്ടി വരിക എന്നുള്ളൊരു ധാരണയോ തെറ്റിദ്ധാരണയോ പടർത്താൻ ഈ ഒരു ശീർഷകൻ കാരണമായിട്ടുണ്ട്. അപ്പൊ അതാവും ഉദ്ദേശിച്ചെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ ഇന്നലെ ശ്രീനാഥ മാഷുമായി സംസാരിച്ചപ്പോഴാണ് മലയാളത്തിന്റെ ശേഷിയാണ് ചർച്ചാ വിഷയമെന്ന് മനസ്സിലായത്. അപ്പം ഭാഷാശേഷി എന്നൊരു പദം, ഒരു സമസ്ത പദം, മലയാളത്തിന്റെ ശേഷി അല്ലെങ്കിൽ ഭാഷയുടെ ശേഷി എന്ന് പറയേണ്ടതിന് പകരം നമ്മൾ ഒരു സമസ്ത പദമായി ഭാഷാശേഷി എന്ന് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥസന്ദേഹം അല്ലെങ്കിൽ തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ധാരണാ പിശകോ ധാരണാ വ്യതിയാനമോ ഒക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഭാഷയുടെ തനത് ജനിതക സ്വഭാവം ഉൾക്കൊള്ളാതെ അത് നേരെ ഇത്തിരി കണ്ണടച്ച് പോയത് കൊണ്ട് കൂടിയാണ് ഇത്തരം ഒരു അർത്ഥശങ്ക ഉണ്ടാകുന്നത് എന്ന് ഈ ഭാഷാശേഷി ചർച്ചയുടെ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് പിന്നെ മിക്കവാറും ഇതുപോലുള്ള ചർച്ചാ ശീർഷകങ്ങളായാലും സാങ്കേതിക പദങ്ങളായാലും എല്ലാം സമാസ രൂപത്തിൽ, സമസ്ത പദ രൂപത്തിലാവണമെന്ന ഒരു ശാഠ്യമോ അല്ലെങ്കിൽ നിർബന്ധമോ
നമ്മൾ അക്കാദമിക സമൂഹത്തിനിടയിൽ പൊതുവെ ഉണ്ട്. ഇപ്പൊ നമ്മൾ സാങ്കേതിക പദനിർമ്മിതിയുടെ ശില്പശാലകളിലൊക്കെ പങ്കെടുക്കുമ്പം ആ ഒരു ശാഠ്യം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് ഭാഷയിൽ ശങ്കയേറ്റുകയും അതിന്റെ വിനിമയശേഷി കുറയ്ക്കുകയും ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം. സമസ്ത പദങ്ങൾ വേണ്ട എന്നല്ല, ആദ്യം നമ്മുടെ നാട്ടുമൊഴിയിലൊക്കെ ധാരാളം സമസ്ത പദങ്ങൾ, ഇപ്പം വേപ്പില, വേപ്പിന്റെ ഇല എന്ന് പറയുന്നത് നമ്മൾ വേപ്പില എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം അത് വേണ്ട എന്നല്ല പറയുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളെങ്കിലും ആവശ്യാനുസരണം പ്രത്യയം ചേർത്ത് ഭാഷയ്ക്ക് തെളിമ വരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. പിന്നെ അതിന് മടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭാഷയുടെ സ്വഭാവം, ജൈവിക സ്വഭാവം ഇപ്പോഴും അഗ്ലൂട്ടിനേറ്റീവ് തന്നെയാണ്, സംശിഷ്ടത തന്നെയാണ്. അപ്പം ഈ അടിസ്ഥാന സ്വഭാവത്തിന് നേരെ നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ പ്രത്യയ ചേർച്ചയുടെ കാര്യത്തിൽ ഇപ്പൊ അത് വിഭക്തിയായാലും ബന്ധവാചികളായ മറ്റ് ഘടകങ്ങളായാലും ലോഭം വരുത്തുന്നത് നമ്മുടെ ഭാഷയുടെ വിനിമയശേഷി കുറയ്ക്കുകയേ ഉള്ളൂ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം തനത് ജ്ഞാനം എന്ന രൂപത്തിൽ പലപ്പോഴും നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന പല താത്വിക ലേഖനങ്ങളിലും കനപ്പെട്ട ലേഖനങ്ങളിലും അത്തരം ലേഖനങ്ങൾ വായിക്കുന്ന എനിക്കൊക്കെ ഒരു അധ്യയനക്കേട് ഉണ്ടാകുന്നത് പലപ്പോഴും ഭാഷയുടെ തനത് സ്വത്വത്തിനും തനത് ജനിതക അല്ലെങ്കിൽ അതിലെ ചരിത്രത്തിനും നേരെ കണ്ണടയ്ക്കുന്നത് കൊണ്ട് കൂടിയാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞു പ്രത്യയത്തിന്റെ ചേർച്ച കൊണ്ട് വളരെ എളുപ്പത്തിൽ സാധിച്ചെടുക്കാവുന്ന വിനിമയം പലപ്പോഴും ഇതുപോലുള്ള സമാസ വാശിയിൽ സങ്കീർണമാകാറുണ്ട് എന്ന് ഒരു സന്ദർഭം ഞാൻ ഓർക്കുന്നത്, 8ാം ക്ലാസ്സിൽ പണ്ട് അഗ്നിപർവ്വതങ്ങളുടെ വിഭാഗങ്ങളെ കുറിച്ച് പഠിപ്പിച്ചത് ഓർക്കുകയാണ്. അപ്പൊ അതിലുള്ള ഒരു വിഭാഗമാണ് സുഷുപ്തം. അപ്പൊ ഈ സുഷുപ്തം എന്ന് കുട്ടികൾക്ക് പെട്ടെന്ന് വിനിമയം ചെയ്യാൻ പറ്റൂല. നമുക്ക് തന്നെ ചിലപ്പം ഒരു സാധാരണ ഭാഷാശേഷി അധികമൊന്നും ഇല്ലാത്ത ഒരു അധ്യാപകനെ സംബന്ധിച്ച് പോലും സുഷുപ്തം അത്ര പരിചിതമായ പദം ആവണമെന്നില്ല. അതേസമയം കുട്ടികൾക്ക് നിദ്രയിലാണ്ടവ എന്ന് ഒന്നുകൂടെ പറഞ്ഞു കൊടുത്താൽ നിദ്ര കുറച്ചും കൂടി കുട്ടികൾക്ക് പരിചയമുള്ളതാണ്. നിദ്രയിലാണ്ടവ, നിദ്ര, ഇൽ, ആണ്ട, അവ, ഇങ്ങനെ ഘടകപദങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ ബന്ധവാചികളായ മറ്റു പദങ്ങൾ ചേർത്ത് ഒരു പദനിർമ്മിതി സാധ്യമാവുകയാണെങ്കിൽ അത് ഭാഷയുടെ വിനിമയശേഷി വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. അതായത് മാത്ര ലാഭിച്ച് നമ്മൾ ഭാഷാ വിനിമയം സങ്കീർണമാക്കുന്നതിന് പകരം മാത്ര ഇത്തിരി കൂടിയാലും വിനിമയശേഷി വർദ്ധിപ്പിക്കുന്നതാണ് ഭാഷയുടെ ശേഷിയെ സംബന്ധിച്ചിടത്തോളം, ഭാഷാശേഷികളെ ഞാൻ കൂടെ പറയാണ്, ഭാഷയുടെ ശേഷിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രധാനമെന്ന് ഞാൻ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് എനിക്ക് ഇപ്പൊ തോന്നിയത് അങ്ങനെയാണ്. അപ്പം ഇപ്പൊ സാങ്കേതിക പദം ഇല്ല എന്നൊക്കെ നമ്മളിങ്ങനെ വിലപിക്കുന്നതിന് പകരം തനത് റിസോഴ്സും തനത് ജൈവിക ഘടനയും തനത് ജനിതക ഘടനയും ഒക്കെ ഉപയോഗിച്ച് ഇത്തിരി വിപുലപ്പെടുത്തിയാൽ പോലും നമ്മുടെ ഭാഷയിൽ കാര്യങ്ങൾ ആവിഷ്കരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ള ഒരു അഭിപ്രായം ഇവിടെ പങ്കുവെക്കുകയാണ്. മറ്റൊന്ന് അറിവിന്റെ കാര്യം പറഞ്ഞു, ഞാൻ നിർത്തുകയാണ്. പിന്നെ ഒരു ഭാഷയും ജ്ഞാനശൂന്യ സമൂഹമല്ല എന്ന ശ്രീനാഥ് മാഷിന്റെ പ്രസ്ഥാനം വളരെ വളരെ പ്രസക്തമാണ്. ഒരു തനതറിവുണ്ടെങ്കിൽ ആ തനതറിവ് ആവിഷ്കരിക്കാനുള്ള ഭാഷയും നമുക്കുണ്ട്, യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ അതല്ലാത്ത അറിവ് നമ്മുടെ ഭാഷയിൽ ആവിഷ്കരിക്കേണ്ടി വരുമ്പോൾ മാത്രമാണ് നമുക്ക് പലപ്പോഴും പദങ്ങൾക്ക് തപ്പേണ്ടി വരുന്നത്. പക്ഷെ അപ്പൊ നമ്മൾ നേരത്തെ ദിവാകരൻ മാഷ് സൂചിപ്പിച്ചതുപോലെ ശ്രോതഭാഷയിലെ പദങ്ങൾ അതേപടി സ്വീകരിക്കുന്നത് യാതൊരു മടിയും കാണിക്കേണ്ട കാര്യമില്ല. അതാണ് പലപ്പോഴും കരണീയവും. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ അടുത്ത കുന്നുമ്മൽ, കാഞ്ഞിര കുന്നുമ്മൽ ഒരു മമ്മകാക്കുണ്ട്. അയാൾക്ക് ഈ മൃഗചികിത്സയിൽ നല്ല അവഗാഹമുണ്ട്. ഇവിടുത്തെ ആളുകൾക്കും പശുക്കൾക്കും ഒക്കെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആളുകളെ നേരെ ഓടിപ്പോകും മൂപ്പരെടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ചില കൂട്ടുകളൊക്കെ കൊടുക്കും. അത് അദ്ദേഹത്തിന്റെ തനതറിവാണ്. ഈ അറിവ് അദ്ദേഹത്തിന്റെ ഭാഷയിൽ വിനിമയം ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിനില്ല. അപ്പൊ നമുക്ക് തനതായ അറിവുണ്ടോ, ആ തനതായ അറിവ് വിനിമയം ചെയ്യാനുള്ള ഭാഷ, പദങ്ങൾ, ഘടന നമ്മുടെ മലയാളത്തിലുണ്ട്. അറിവ് ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ, അല്ലെങ്കിൽ അറിവുകൾ ഈ പറഞ്ഞ പോലെ നേരത്തെ സാറ് പറഞ്ഞ പോലെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താവുന്ന തരത്തിൽ അറിവ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും പ്രശ്നമായി തോന്നിയിട്ടുള്ളത്. അതുപോലെ ഈ വിവർത്തനം എന്ന് പറയുന്നത് അറിവിന്റെ വിപുലനം മാത്രമാണ്. മറ്റൊരു നാട്ടിലുണ്ടായ അറിവിന്റെ വിപുലനം മാത്രമാണ് അപ്പൊ ഒരു സ്രോതസ്സിൽ നിന്നുണ്ടായ അറിവ് വിപുലപ്പെടുത്തുമ്പോൾ ആ സ്രോതസ്സിന്റെ ഭാഷാ സ്വഭാവത്തോട് നീതി പുലർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് പരമാവധി സ്വീകരിച്ചുകൊണ്ട് അതിനെ വിപുലപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാതെ അതിന് നമ്മൾ പദം തപ്പി സമയം കളയുന്നതിന് പകരം ആ ഒരു സമീപനമാകും കൂടുതൽ കരണീയമെന്ന് നേരത്തെ ദിവാകരൻ മാഷ് സൂചിപ്പിച്ചതിനോട് ഞാൻ പൂർണ്ണമായും
യോജിക്കുക. പിന്നെ മറ്റൊന്ന് മാഷ് പറഞ്ഞത് വരമൊഴിക്ക് വരുന്ന പ്രാമുഖ്യമാണ്. വരമൊഴി മുകളിലും വാമൊഴി കുറച്ച് അപ്രധാനവുമാണ് എന്ന ഒരു സങ്കല്പം നമ്മുടെ ഇടയിലുണ്ട്. സത്യത്തിൽ നേരത്തെ അറബി മലയാളത്തിന്റെ കാര്യം സൂചിപ്പിച്ചല്ലോ. അറബി മലയാളത്തിൽ ഒരു കാലത്ത് തനത് ജ്ഞാനോൽപാദനം അല്ലെങ്കിൽ തനതല്ലെങ്കിൽ കൂടി മറ്റുള്ള ഭാഷയിൽ വന്ന മറ്റുള്ള നാട്ടിൽ വന്ന ജ്ഞാനത്തിന്റെ വിനിമയം വളരെ ശക്തമായി സാധ്യമായത് വാമൊഴി വരമൊഴി തമ്മിലുള്ള അതിര് അവര് അലിയിച്ചത് കൊണ്ട് കൂടിയാണ്. അവിടെ വാമൊഴി അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നമ്മൾ പൊതുവെ മാനകമെന്ന് വീക്ഷിക്കാവുന്ന കരുതാവുന്ന ആ ഒരു മാനകമായ മലയാളത്തിന് പകരം വാമൊഴി പ്രധാനമായ മലയാളത്തെ വരമൊഴിയാക്കി മാറ്റി വിനിമയം ചെയ്തു എന്നുള്ളതാണ് അക്കാലത്ത് ആ ഒരു മിശ്ര ഭാഷയിൽ വളരെ ഫലപ്രദമായി. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പഴയൊരു മാഗസിൻ വായിച്ച സമയത്ത് ഹൈഡ്രജൻ ബലൂണിന്റെ പ്രവർത്തനം വളരെ ശാസ്ത്ര ലേഖനങ്ങളൊക്കെ ധാരാളം അന്നത്തെ കാലത്ത് അറബി മലയാള മാസികകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഹൈഡ്രജൻ ബലൂണിനെ കുറിച്ചുള്ള ഒരു ലേഖനം വായിച്ചത് ഞാൻ ആലോചിക്കുകയാണ്. അവർക്ക് യാതൊരു പദപരിമിതി ഉണ്ടായിട്ടില്ല. ഹൈഡ്രജൻ ഉണ്ടാകുന്നത്, ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കുന്നത്, അത് പറക്കുന്നത്, അതിന്റെ തത്വങ്ങൾ ഇതൊന്നും ആവിഷ്കരിക്കാൻ വാമൊഴിയോട് അടുത്ത് നിൽക്കുന്ന അറബി മലയാള വരമൊഴിയിൽ അക്കാലത്ത് യാതൊരു പരിമിതിയും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് വരമൊഴി ഇന്നതേ ആകാവൂ, ഇന്ന മട്ടിലേ ആകാവൂ എന്നുള്ള ചില നിർബന്ധങ്ങൾ കൂടിയാകാം വിനിമയത്തിൽ നമ്മുടെ വിനിമയ ശേഷിക്ക് പലപ്പോഴും കോട്ടം സംഭവിക്കുന്നത് എന്ന് കൂടി ഞാൻ അഭിപ്രായപ്പെടണം. അവസാനമായി പറയാനുള്ളത് പിന്നെ ഈ ഉൾക്കൊള്ളലിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഉൾക്കൊള്ളലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ രസകരമായി തോന്നി. പലപ്പോഴും നമ്മൾ നമ്മുടെ മലയാളത്തിന്റെ വിശാല മനസ്കതയായിട്ടൊക്കെ ഈ ഉൾക്കൊള്ളലിനെ, അന്യഭാഷാ പദങ്ങളെ ഉൾക്കൊള്ളുന്നതിനൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ചുറ്റും കണ്ണോടിച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ ലിംഗ്വിസ്റ്റിക്സ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടല്ലോ, ഭാഷാ ഭൂദൃശ്യം എന്നൊക്കെ ഞാൻ അതിനെ പറയും. അതായത് ഭാഷയുടെ ദൃശ്യപ്പെടലാണ്. നമ്മൾ ബസ്സിലുള്ള ഭാഷയുടെ ദൃശ്യം, അല്ലെങ്കിൽ ഭാഷ എപ്രകാരമാണ് ബസ് ബോർഡിൽ സൈൻ ബോർഡുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റേ കടകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നോക്കുന്ന സമയത്ത് ഇന്ന് കാണുന്ന വളരെ രസകരമായ വസ്തുത, നേരത്തെ ഇംഗ്ലീഷും മലയാളം മാത്രമാണ് ഉള്ളത് എങ്കിൽ ഇപ്പൊ ഉണ്ണീഷ് മാഷ്കൊക്കെ അറിയാം, കോഴിക്കോട് നിന്ന് മഞ്ചേരി ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ്സിന്റെ മുകളിൽ ഇപ്പോ ഹിന്ദിയിലും നെയിം ബോർഡ് വരുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ ഷോപ്പിലൊക്കെ ദവായി എന്നുള്ള രീതിയിൽ മരുന്ന് എന്റെ ഹിന്ദി എഴുതി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഭാഷ ഉൾക്കൊള്ളുവാനുള്ള ഒരു വിശാല മനസ്കതയോ അല്ലെങ്കിൽ ഉൾക്കൊള്ളൽ പാരമ്പര്യമോ മാത്രമായി കാണുവാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം അതിന്റെ പിന്നിൽ കൃത്യമായും കച്ചവട താല്പര്യമുണ്ട്. കാരണം ഉപഭോക്താക്കൾ ആരാണോ അതിനനുസരിച്ച് ഭാഷയെ മയപ്പെടുത്തുക അല്ലെങ്കിൽ ഭാഷയെ രൂപപ്പെടുത്തുക എന്നുള്ള ഒരു സമീപനമാണ് നമ്മൾ ചൈത്രാതീത കാലം മുതലേ സ്വീകരിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഈ കാണുന്ന ഹിന്ദി ലിപിയിലുള്ള ഭാഷാ ഭൂദൃശ്യം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാഷെ ബംഗാളി ഉണ്ടല്ലേ മാഷെ? ബംഗാളി കണ്ടിട്ടുണ്ടല്ലോ, ബംഗാളിയുണ്ട്. കാരണം അത് നമുക്ക് അത് കച്ചവടം ചെയ്യണം. അപ്പൊ മൊബൈൽ ഷോപ്പിന്റെ ആ ഒരു പുറം ഭാഗം കണ്ടാൽ തന്നെ അത് മൊബൈൽ ഷോപ്പ് ആണ് എന്ന് അറിയാമെങ്കിൽ പോലും മൊബൈൽ ഷോപ്പിൽ ഇപ്പൊ രാമനാട്ടുകാരൊക്കെ ആണെങ്കിൽ, ഞങ്ങളുടെ നാട്ടിൽ രാമനാട്ടുകാരൊക്കെയാണ് മൊബൈൽ ഷോപ്പിലെ വലിയ ഉപഭോക്താക്കൾ മിക്കവാറും ബംഗാളി തൊഴിലാളികളാണ്. അപ്പൊ അവർക്ക് വേണ്ടി മൊബൈലിന് ഹിന്ദി ലിപിയിൽ തന്നെ എഴുതുന്നതുണ്ട്. അപ്പൊ ഭാഷയുടെ ഈ ഉൾക്കൊള്ളൽ ശേഷി എന്ന് നമ്മൾ പറയുന്നത് ഇതാണ്. കാരണം കച്ചവടം കൂടിയാണ്. കാരണം പണ്ടേ നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കൊരു മെട്രോപോളിസ് സ്വഭാവം നമ്മുടെ നഗരങ്ങൾക്ക് മാത്രമല്ല ഗ്രാമങ്ങൾക്കുണ്ട്. പല മട്ടിലുള്ള, പല തലത്തിലുള്ള, പല നാട്ടിലുള്ള ജനതയുടെ സങ്കലനം ഇവിടെ നടന്നു എന്നുള്ളത് കൊണ്ട്, ആ ജനതയെ മുഴുവൻ അഭിസംബോധന ചെയ്യണം എന്നുള്ളത് കൊണ്ട് അതത് കാലങ്ങളിൽ ഈ മട്ടിലുള്ള ഭാഷാ ദൃശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഭാഷാ വിനിമയം, ഭാഷാ ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മുടെ മലയാള ഭാഷയുടെ ഏറ്റവും കരുത്ത്, ശേഷി. ഈ ഒരു എല്ലാറ്റിനെയും ഉൾക്കൊള്ളുവാനുള്ള ശേഷിയാണ്. ആ ഉൾക്കൊള്ളൽ ശേഷി, വിശാല മനസ്കത അല്ലെങ്കിൽ ആ ഒരു ഭാഷാ മനോഭാവം, അതിന്റെ പിന്നിലുള്ള മനോഭാവം കൃത്യമായും പ്രായോഗികതയാണ് എന്നുകൂടി ഊന്നാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നതിന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ഒരു
ചർച്ചയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി ഉണ്ണികൃഷ്ണൻ മാഷ്ക്ക് നന്ദി പറയാണ്. അതോടൊപ്പം എം ഉണ്ണികൃഷ്ണൻ സാറിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എല്ലാവിധ ആശംസകളും നൽകുന്നു. അദ്ദേഹത്തിന്റെ 1-2 എഡിറ്റഡ് ഗ്രന്ഥങ്ങളിൽ എനിക്ക് കൂടി എഴുതാൻ അവസരം നൽകിയതിന് ഞാൻ ഈ അവസരത്തിൽ എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. മാഷ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. വളരെ വളരെ സന്തോഷം സൈദലവി മാഷെ. എന്തായാലും നമ്മുടെ വെബിനാർ പരമ്പര ഇന്ന് ശുഭകരമായി തുടങ്ങിയിരിക്കുകയാണ്. ഇനി 4 വെബിനാറുകളും കൂടിയാണ് നമ്മൾ സംവിധാനം ചെയ്തിട്ടുള്ളത്. അതിലും എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ഡോക്ടർ എം ഉണ്ണികൃഷ്ണൻ സാറിനെ പോലുള്ള ഒരു അധ്യാപകൻ, അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഗവേഷക വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ഒരു വെബിനാർ പരമ്പരയും അതോടൊപ്പം തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ മെയ് 19-ാം തീയതി തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടത്തുന്ന പരിപാടിയും തീർച്ചയായിട്ടും നമ്മുടെ വൈജ്ഞാനിക സമൂഹത്തിന് പുതിയ ഒരു ദിശാബോധം നൽകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ ഈ വെബിനാറിൽ പങ്കെടുത്തവർക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നത് ഉണ്ണികൃഷ്ണൻ സാറിന്റെ തന്നെ ശിഷ്യയായ, സാറിന്റെ കീഴിൽ ഗവേഷണം ചെയ്യുന്ന എൻ്റെ പ്രിയ സഹോദരിയായ ജെന്നിഫറാണ്. ജെന്നിഫറിനെ ക്ഷണിക്കുക. നമസ്കാരം. ബഹുമാനപ്പെട്ട എം ഉണ്ണികൃഷ്ണൻ സാർ, ശ്രീനാഥൻ മാഷ്, ദിവാകരൻ മാഷ്, സൈദലവി മാഷ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റു ബഹുമാന്യരായ വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ പ്രിയ അധ്യാപകൻ ഡോക്ടർ എം ഉണ്ണികൃഷ്ണൻ സാറിന്റെ വിരമിക്കലോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഗവേഷക വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന യാത്രയപ്പ് ചടങ്ങിന്റെ ഭാഗമായിട്ടുള്ള വെബിനാർ പരമ്പരയുടെ ആദ്യ പ്രഭാഷണമാണ് ഇന്നിവിടെ നിർവഹിച്ചിട്ടുള്ളത്. ആദ്യ പ്രഭാഷണം നടത്തി നമ്മളെ സന്തുഷ്ടരാക്കിയത് മലയാള സർവകലാശാല, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല തിരൂർ പ്രാദേശിക കേന്ദ്രം അധ്യാപകനായിട്ടുള്ള പ്രൊഫസർ എം ശ്രീനാഥൻ മാഷാണ്. ഭാഷാശേഷി എന്ന വിഷയത്തിൽ ആണ് അദ്ദേഹം സംസാരിച്ചത്. വിജ്ഞാന സമൂഹത്തെയും അതിന്റെ മലയാള ഭാഷയുടെ ശേഷിയെയും കുറിച്ച് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ ഗൗരവത്തോടെ ചിന്തോദീപകമായ ഒരു വിഷയമാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. മലയാള ഭാഷയുടെ ശേഷിയെ പറ്റിയിട്ട് അദ്ദേഹം വിവിധ കാഴ്ചപ്പാടുകൾ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. വിജ്ഞാന സമൂഹത്തെ പറ്റി വിമർശനം നിർവഹിച്ചിട്ടുണ്ട്. അതിൽ വിവര സംഭരണത്തെ പറ്റിയിട്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ജനാധിപത്യപരമായി മലയാള ഭാഷയുടെ ശേഷിയെ വികസിപ്പിക്കുവാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നൊരു തുടക്കം, അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള തുടക്കം അദ്ദേഹം ഇടുകയുണ്ടായി. അപ്പൊ ഇങ്ങനെ വളരെ കൃത്യതയോടുകൂടി തന്നെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, അരമണിക്കൂറായിരുന്നു അദ്ദേഹത്തിന് നൽകിയിരുന്ന സമയം, പക്ഷെ ആ സമയത്തിനുള്ളിൽ തന്നെ വളരെ കൃത്യതയോടുകൂടി തന്നെ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. തികഞ്ഞ പണ്ഡിതനായിട്ടുള്ള ഈ വിഷയത്തിൽ വളരെ പണ്ഡിതനായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണം നമ്മുടെ ഇന്നത്തെ തുടക്കത്തെ തന്നെ ധന്യമാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തോടുള്ള അഗൈതവുമായ നന്ദി ഇവിടെ രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഗവേഷകരായിട്ടുള്ള എല്ലാവരുടെയും, പ്രിയപ്പെട്ട എം ഉണ്ണികൃഷ്ണൻ സാറിന്റെയും നമ്മൾ ഓരോരുത്തരും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അദ്ദേഹത്തെ അറിയിക്കുന്നു. അടുത്തതായിട്ട് നന്ദി പറയാനുള്ളത് RVN ദിവാകരൻ മാഷിനോടാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാളത്തിന്റെ കേരള പഠന വിഭാഗം അധ്യക്ഷനും പ്രൊഫസറുമായിട്ടുള്ള ഡോക്ടർ RVN ദിവാകരൻ മാഷ്. ശ്രീനാഥൻ മാഷ് പറഞ്ഞതിനോടുള്ള ഒരു പ്രതികരണം എന്ന നിലയിലാണ് ഇവിടെ അദ്ദേഹം സംസാരിക്കുകയുണ്ടായത്. ശ്രീനാഥൻ മാഷ് പറഞ്ഞതിനോടുള്ള ഒരു പൂരണവും കൂട്ടിച്ചേർക്കലും അദ്ദേഹം ഇവിടെ നടത്തുകയുണ്ടായി. ഭാഷാ ആർജനത്തെക്കുറിച്ച് അദ്ദേഹം സ്വന്തമായിട്ടുള്ള കുറച്ച് കാഴ്ചപ്പാടുകളൊക്കെ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. മാരാരുടെ ചിന്തയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഭാഷാശേഷി ഒരു വ്യക്തിപരമായ കാര്യമാണെന്നുള്ള ആശയം അദ്ദേഹം മുന്നോട്ട് വെക്കുകയുണ്ടായി. മലയാള ഭാഷയിലെ സാങ്കേതിക പദങ്ങളെ കുറിച്ചൊക്കെ പുതിയ പുതിയ കണ്ടെത്തലുകളെ പറ്റിയിട്ടും അതിന്റെ ഉപയോഗ സാധ്യതകളെ പറ്റിയൊക്കെ, അതായത് വേർഡ് നെറ്റിനും OCRനെ പറ്റിയും കമ്പ്യൂട്ടർ വിവർത്തനത്തെ പറ്റിയൊക്കെ അദ്ദേഹം ഇവിടെ സംസാരിക്കുകയുണ്ടായി. നമ്മുടെ തനതായിട്ടുള്ള നാടൻ അറിവുകളെയൊക്കെ ഡിജിറ്റലൈസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ നമുക്ക് ഇതിന് നേരത്തെ പറഞ്ഞ വിഷയത്തോടനുബന്ധിച്ച് ഭാഷാശേഷി എന്ന വിഷയത്തെ പറ്റി ശ്രീനാഥൻ മാഷ് പറഞ്ഞതിനോടുള്ള ഒരു പൂരണം എന്ന നിലയിലും ദിവാകരൻ മാഷിന്റെ അത് എങ്ങനെയായിരിക്കണം അത് മുന്നോട്ട് പോകേണ്ടതെന്നൊരു കാഴ്ചപ്പാടൊക്കെ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സംഭാഷണം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നടത്തിയ ദിവാകരൻ മാഷിനോടുള്ള നന്ദിയും നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. അവസാനമായിട്ട് നമ്മളോട് സംസാരിച്ചത് മലബാർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ
പ്രൊഫസർ സി സെയ്തലവി മാഷാണ്. അദ്ദേഹം അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ഒരു ആശയം സംവേദനം ചെയ്യുന്നതാണ് ഒരു ഭാഷയുടെ ശേഷി എന്നൊരു നിർവചനം തന്നെ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഭാഷാശേഷി എന്നുള്ള നമ്മുടെ ആ ടൈറ്റിലിൽ തന്നെ അദ്ദേഹം ഇവിടെ ചോദ്യം ചെയ്യുകയുണ്ടായി. അതിന്റെ വിവിധ സാധ്യതകളെ പറ്റിയിട്ടും അതിന്റെ വിവിധ വശങ്ങളെ പറ്റി അദ്ദേഹം ഇവിടെ സംസാരിക്കുകയുണ്ടായി. വളരെ സരസമായിട്ടും രസകരമായിട്ടും സമകാലിക സമൂഹത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കുകയുണ്ടായത്. നിരവധി ഉദാഹരണങ്ങളിലൂടെ പറയുകയുണ്ടായി. നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് ഭാഷയുടെ വിനിമയശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ട വഴികളെ പറ്റിയിട്ട് അദ്ദേഹം ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഉപഭോക്താക്കൾ അനുസരിച്ചിട്ടാണ് ഭാഷ അത് പരുവപ്പെട്ട് വരുന്നതെന്നുള്ള ചിന്തയൊക്കെ അദ്ദേഹം മുന്നോട്ട് വെക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തോടുള്ള നന്ദിയും ഞാനിവിടെ അറിയിക്കുകയാണ്. നമ്മുടെ ഇവിടെ സംസാരിച്ച 3 അധ്യാപകരും ഭാഷയുടെ ശേഷിയെ പറ്റിയിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓരോരുത്തർക്കും ചിന്തിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ തന്നെ കൃത്യതയോടുകൂടി അവതരിപ്പിക്കുകയുണ്ടായി. 3 പേരോടും ഞങ്ങളുടെ എല്ലാ ഗവേഷകരുടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പ്രഭാഷണ പരമ്പരയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വ്യക്തികളോടും ഓരോരുത്തരോടുമുള്ള നന്ദി കൂടി ഇവിടെ അറിയിക്കുകയാണ്. ഇനി തുടർന്ന് വരുന്ന പ്രഭാഷണ പരമ്പരകളിലും എല്ലാവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെ ഇന്ന് വെബിനാർ ഇവിടെ നടത്തുവാൻ വേണ്ട സാങ്കേതിക സഹായങ്ങൾ നൽകിയത് നമ്മുടെ സാറിന്റെ തന്നെ ഉണ്ണികൃഷ്ണ സാറിന്റെ തന്നെ ഗവേഷകയായിട്ടുള്ള ഡോക്ടർ കീർത്തി വി സാഗറാണ്. അപ്പോൾ മലയാള ഭാഷയും കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുമായിട്ടൊക്കെ വളരെയധികം പരിചയമുള്ളതും നിരവധി ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുമുള്ള ഒരു വ്യക്തിയാണ് കീർത്തി ചേച്ചി. അപ്പോൾ ചേച്ചിയോടുള്ള നന്ദിയും കൂടി ഞാൻ ഇവിടെ അറിയിക്കുന്നു. ഈ വെബിനാർ ഇവിടെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഇതിനു വേണ്ട സഹകരണങ്ങളൊക്കെ നൽകിയിട്ടുള്ള നമ്മുടെ മറ്റ് ഗവേഷകർക്കും ശ്രീശൈലം സാറിനും സുരേഷ് സാറിനും മറ്റെല്ലാ ഗവേഷകർക്കുമുള്ള നന്ദി കൂടി ഞാനിവിടെ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.